നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകളും CMRL കമ്പനിയുമായുള്ള ഇടപാട് അന്വേഷിക്കുന്ന SFIO ടീം അതിവേഗം കാര്യങ്ങൾ നീക്കുന്നു. CMRLന്റെ വിവരങ്ങൾ തേടിയ ശേഷം ഒട്ടും സമയം കളയാതെ അരുൺ പ്രസാദും ടീമും തലസ്ഥാനത്തെത്തി. ക്ലിഫ് ഹൌസിന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷൻ ഓഫീസിൽ പരിശോധന നിർത്താൻ ഉടൻ കൊച്ചിയിൽ ക്രൈസിസ് മാനേജ്മെന്റ്. ഹൈക്കോടതിയിൽ ഹർജി. ഒളിക്കാനില്ലെങ്കിൽ ഭയം എന്തിനെന്ന ചോദ്യത്തോടെ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി. KSIDCയും കടന്ന് SFIOയുടെ അടുത്ത വരവ് എക്സാലോജിക് ഉടമയിലേക്കോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അന്വേഷണം വീണയുടെ അടുത്തെത്തിയോ? പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ശ്രീജിത്ത് പണിക്കർ, CR നീലകണ്ഠൻ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവർ ചേരുകയാണ്. അഡ്വക്കേറ്റ് ബലദേവ്, ഇന്ന് എന്തിനായിരുന്നു KSIDCയിൽ പരിശോധന നടക്കവേ പൊടുന്നനെ ഹൈക്കോടതിയിൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഉണ്ടായത്? എന്തിനാണ് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ ഇത്തരമൊരു നീക്കം നടത്തി പരിശോധന നിർത്തുന്നതിന് വേണ്ടി? അത് സ്വാഭാവികമായ ഒരു പ്രോസസ് എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഗവൺമെന്റിനെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഓർഗനാണ് KSIDC. അപ്പോൾ ആ അന്വേഷണം നിർത്തിവെക്കുന്നതിന് വേണ്ടി താൽക്കാലികമായിട്ട് ഹൈക്കോടതിയോ ഒക്കെ സമീപിക്കുന്നത് സ്വാഭാവികമായിട്ട് ഏത് ഗവൺമെന്റ് ചെയ്യുന്ന രീതിയാണ്. കാരണം KSIDC ഒരു സ്വകാര്യ സ്ഥാപനമല്ല, ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ ആദ്യമായിട്ട് 2064 എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇപ്പോൾ എൻക്വയറി വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ഒന്നായിട്ട് നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. സെക്ഷൻ 208 അനുസരിച്ച് കമ്പനി ആക്ട് 1956 കമ്പനി ആക്ട്, അത് മാറ്റി 2013 കൊണ്ടുവന്നു. അതിനുശേഷം 2017 ആഗസ്റ്റ് മാസം 24 അതിലേക്ക് ഞാൻ രണ്ടാമത് പറയാം. ഇപ്പൊ സെക്ഷൻ 208 ബേസ്ഡ് ഓൺ റിപ്പോർട്ട് ഓഫ് ദ രജിസ്ട്രാർ, ആ രജിസ്ട്രാറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു SFIOയ്ക്ക് വേണ്ടി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് മാത്രം ഡയറക്റ്റ് ശുപാർശ. അങ്ങനെയാണ് SFIO അന്വേഷിക്കുന്നത്. അത് സീരിയസ് ആയിട്ടുള്ള ഫ്രോഡോ അൺലാഫുൾ പർപ്പസോ ഒക്കെ ഏതെങ്കിലും കമ്പനിയിൽ നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇതിൽ ROCയുടെ അന്വേഷണം ഉണ്ടായല്ലോ, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം. രണ്ട് അന്വേഷണത്തിലും ഗുരുതരമായ കാര്യങ്ങളാണ് തെളിഞ്ഞത്. ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ROCയുടെ റിപ്പോർട്ടുകൾ. മുഴുവനായിട്ട് പുറത്തു വരാത്തത് ഭാഗ്യം കേട്ടോ. ആ റിപ്പോർട്ട് കണ്ടാൽ ഞെട്ടുമെന്നാണ് വിവരം. അല്ല, ഞാൻ പറഞ്ഞ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ, അങ്ങനെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറിന്റെ റിപ്പോർട്ട് ഓഫ് രജിസ്ട്രാർ സെക്ഷൻ 208 പറയുന്നത് ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് രജിസ്ട്രാർ. ആ രജിസ്ട്രാറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാം. അങ്ങനെയാണ് SFIക്ക് കൊടുക്കുന്നത്. നേരിട്ട് SFIക്ക് കൊടുക്കാല്ല. രജിസ്ട്രാർഡ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷൻ 208 അനുസരിച്ച് അത് കൊടുക്കാൻ പറ്റും. ഇതിനകത്തുള്ള ഗുരുതരമായ ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞിട്ട് ചർച്ചയിലേക്ക് വരാം. ഞാനതാണ് പറഞ്ഞത്, ആഗസ്റ്റ് 2017 ആഗസ്റ്റ് മാസം 24 അന്ന് പുതിയതായിട്ട് 2 എണ്ണം കൂടി അഡീഷൻ വന്നു. അതായത് 212, 8, 9, 10 ഇതനുസരിച്ച് ഈ SFIക്ക് ഇപ്പോൾ അധികാരം കൂടിയുണ്ട്. 2017 വന്നെയാണ് ഈ പ്രതിയെ അന്വേഷിക്കുന്ന ആളെ കുറ്റം ചെയ്തതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൂടിയുണ്ട്. നേരത്തെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. SFIക്ക് റിപ്പോർട്ട് കൊടുക്കുക. മറ്റ് യുക്തമായ ഏജൻസികൾക്ക്, ഏത് ഏജൻസിയാണെന്ന് വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് സാമ്പത്തിക തിരിമതി നടന്നിട്ടുണ്ടെങ്കിൽ EDക്കോ മറ്റ് സംഭവമാണ് നടന്നിട്ടുണ്ടെങ്കിൽ CBIക്കോ അങ്ങനെയുള്ള ഏജൻസികൾക്ക് അറസ്റ്റ് ചെയ്യാനും നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ SFIക്ക് തന്നെ മുന്നോട്ട് പോകും. പക്ഷെ ഇതിനകത്ത് മറ്റൊരു മെറിറ്റ് കൂടിയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്, ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സൗരവ് ബാനർജി 2018 റൂളിംഗ് കൊണ്ടുവന്നായിരുന്നു. SFIയുടെ ഒരു അന്വേഷണം നടക്കുമ്പോൾ, അങ്ങനെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷനുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ, ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു അന്വേഷണം പോസിബിൾ അല്ല. സാധാരണഗതിയിൽ ഒരേ സമയത്ത് ഇങ്ങനെയുള്ള കമ്പനികൾക്കെതിരെ പല അന്വേഷണങ്ങൾ വരാം. പക്ഷെ SFIയുടെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ പാടില്ല എന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ജസ്റ്റിസ് സൗരവ് ബാനർജിയുടെ റൂളിംഗ് ആണ്. അത് അപ്പോൾ അതീവ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുത്തത്. എന്നിട്ടും രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുകയാണ്. സർക്കാരിന്റെ സ്ഥാപനത്തിലേക്ക് വരെ അന്വേഷണം നീളുകയാണ് അഡ്വക്കേറ്റ് ബലദേവ്. എന്നിട്ടും രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര നാൾ ഇരിക്കാൻ പറ്റും? ഞാൻ അതിലേക്ക് വരികയാണ്. ഞാൻ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ ഇപ്പോഴുള്ള നിയമപരമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിന്റെ അത് ലീഗൽ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പൊളിറ്റിക്കൽ സൈഡ് എന്ന് പറയുന്നത്, CMRL എന്ന് പറയുന്ന കമ്പനിയിൽ നമുക്കറിയാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തുകയും അവർ അനധികൃതമായിട്ട് ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും LDFിലും UDFിലും ഒക്കെ നേതാക്കന്മാർക്കും ചില പത്രപ്രവർത്തകർക്കും ഒക്കെ പണം കൊടുത്തുവെന്നും, എന്നാൽ വരവിൽ കഴിഞ്ഞ രീതിയിൽ അവർ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന കമ്പനി ഇപ്പോൾ കോടാനുകോടി രൂപ ലാഭം ഉണ്ടാക്കിയെന്നും
ഒക്കെ അവര് CMRL കണ്ടെത്തി. ആലുവ ഓഫീസിലാണ് ഇപ്പൊ SFIയുടെ ആദ്യ അന്വേഷണം നടന്നത്. അതിനകത്ത് SFIയുടെ അന്വേഷണം KSIDCയിലേക്ക് നീങ്ങി. അവർക്ക് 13.4% തോന്നുന്നു. KSIDCക്ക് അതിനകത്ത് ഓഹരിയുണ്ട്. അപ്പോൾ KSIDCക്ക് ഓഹരി ഉണ്ടാകുന്ന പറഞ്ഞാൽ അത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പൊതുജനമാണ്. അപ്പോൾ KSIDCക്ക് ഈ പ്രവൃത്തിയിൽ ₹1 CMR നഷ്ടമുണ്ടായാൽ 13.4% KSIDCക്ക് ഉണ്ടാകുന്ന നഷ്ടമാണ്. അത് കേരള ഖജനാവിന്റെ നഷ്ടമാണ്. അപ്പോൾ ആ രീതിയിൽ പൊതു ഖജനാവിന് ഒരു നഷ്ടമുണ്ടായെന്ന രീതിയിൽ ആ അന്വേഷണം KSIDCയിലേക്ക് നീങ്ങാം. ഇപ്പോൾ പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രധാനമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ, വിശേഷിച്ചും പ്രതിപക്ഷ പാർട്ടികൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ഒരു രാഷ്ട്രീയ സൈഡ് മാത്രമാണ്. ഏത് വശമാണ്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനി എക്സാലോജിക് എന്ന കമ്പനിയുമായിട്ടുള്ള ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ഇപ്പോൾ ശ്രീ മഞ്ചേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ അന്വേഷണം ഒരുപക്ഷെ എക്സാലോജിക്കിലേക്ക് നീങ്ങിയേക്കാം. അതിനകത്ത് ഞാൻ തർക്കമൊന്നും പറഞ്ഞിട്ട് ഒരുപക്ഷെ അന്വേഷണം നീങ്ങിയേക്കാം. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് ഇതിനകത്തുള്ള നിയമപരമായ ഒരു വശത്തിലേക്ക് ശക്തമായിട്ട് വരുന്നത്. കാരണം ഈ CMRL എന്ന കമ്പനി ഈ ₹1,72,00,000 കൊടുത്തു എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ടു കമ്പനീസ്, രജിസ്റ്റേർഡ് കമ്പനീസ് ആണ്. ഈ രജിസ്റ്റേർഡ് കമ്പനികൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാവുകയും ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ലീഗലായിട്ട്, അത് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ അല്ല, ബാങ്ക് വഴി ഈ പൈസ പ്രോപ്പർ ചാനലിൽ കൂടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നം കോടതി വരുമ്പോൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം, രണ്ടുപേര് തമ്മിൽ ഒരു എഗ്രിമെന്റ്, അത് കമ്പനിയോ രണ്ട് വ്യക്തികളോ ആയ രണ്ട് എഗ്രിമെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്താൽ നഷ്ടപ്പെടുന്ന ആളാണ്. അതിനെതിരെ ആരാണോ നഷ്ടം വരുത്തിയത് അയാൾക്കെതിരെ അഗ്രീവ്ഡ് പാർട്ടി ഷുഡ് ഫയൽ കേസ്. ഇവിടെ CMRന് നഷ്ടമുണ്ടായി, അപ്പോൾ KSIDCക്ക് നഷ്ടമുണ്ടായി. നഷ്ടമുണ്ടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ആള് തീർച്ചയായിട്ടും എക്സാലോജിക്കെതിരെ കേസ് കൊടുക്കണം. അങ്ങനെ ഒരു കേസ് വരെ വന്നു. ഇല്ലല്ല, അങ്ങനെ ഇവിടെ ROCയുടെ കണ്ടെത്തൽ താങ്കൾ എടുക്കൂ. ROCയുടെ കണ്ടെത്തൽ കൃത്യമായിട്ടുണ്ട്. ആ കരാർ തന്നെ ഇല്ലീഗലാണ് എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല KSIDC എങ്ങനെ ഇതിൽ കക്ഷിയായി എന്നാണ്. അവിടെ KSIDCയുടെ അംഗങ്ങൾ ഡയറക്ടർ ബോർഡിലുണ്ട്, CMRLന്റെ. അങ്ങനെയാണ് ഇതിൽ കക്ഷിയായിരിക്കുന്നത്. അപ്പോൾ അവർ കൂടി അറിഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഇടപാട് നടന്നത് എന്നാണ്. ഇങ്ങനെ ഈ ഒരു കക്ഷിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് തീർപ്പായി പോകുന്ന കേസ് അല്ല ഇത്. അല്ല ഞാൻ പറഞ്ഞ മഞ്ചേഷ്, അതല്ല കരാർ ഇല്ലീഗലാണെന്നല്ല ഞാൻ പറഞ്ഞത്. കരാറ് എക്സാലോജിക്കിനെ സംബന്ധിച്ച് കരാർ ഇല്ലീഗൽ അല്ല. അവര് CMRലായിട്ട് എഗ്രിമെന്റ് ചെയ്തു. പക്ഷെ CMRന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മഞ്ചേഷ് പറഞ്ഞത് ശരിയാണ്, KSIDC അതിലത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെമ്പർമാര് സ്വാഭാവികമായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടാതെ അങ്ങനെ ഒരു കരാർ ചേർന്നാൽ CMRലാണ് ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തിയിരിക്കുന്നത്. CMRലാണ്. ആർക്ക് ഫേവർ കിട്ടുന്നതിന് വേണ്ടി പൊതുസമൂഹത്തെ വിട്ടിയാക്കല്ല. ആർക്ക് ഫേവർ കിട്ടുന്നതിന് വേണ്ടി? CMRലിന് ഫേവർ കിട്ടുന്നതിന് വേണ്ടി അല്ലല്ലോ, ഫേവർ എക്സാലോജിക്കിന് കിട്ടുന്നതിന് വേണ്ടി. സേവനം നൽകാതെ എക്സാലോജിക് കമ്പനിക്ക് പണം നൽകുന്നു, അതിനുവേണ്ടിയാണ് ഈ കരാർ. ROC കണ്ടെത്തി കഴിഞ്ഞു. ROC കണ്ടെത്തി. അതിന്റെ തുടർ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്, SFIO അന്വേഷണം നടക്കുന്നത്. കരാറിൽ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നത് CMRലാണ്. ആ CMRൽ അവർ ചെയ്യേണ്ട ഫോർമാലിറ്റികൾ ഫോളോ ചെയ്യാതെ അവര് ഒരു കരാർ ഉണ്ടാക്കുകയും ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ അവർ പണം നൽകുകയും ചെയ്തു. അപ്പൊ ഇതിനകത്ത് ഇല്ലീഗൽ ആക്ടിവിറ്റി പ്രധാനമായിട്ട് നടന്നിരിക്കുന്നത് CMRലാണ്. രണ്ട് കമ്പനികൾ തമ്മിൽ ഇടപാടുകൾ നടക്കുമ്പോൾ കരാറ് ഈ ഒരു കൃത്രിമമായ കരാർ അല്ലെങ്കിൽ ക്രമക്കേട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള കരാർ എന്ന രീതിയിലാവുമ്പോൾ രണ്ട് കമ്പനികൾക്കും ഉത്തരവാദിത്വമുണ്ട്. അതല്ലെങ്കിൽ പിന്നെ എക്സാലോജിക്കിനെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ROCയുടെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ബംഗളൂരു ROC അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ കമ്പനി ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ എന്ന് ROC കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ താങ്കൾ പറയുന്ന ന്യായം അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കേസ് കോടതിയിലേക്ക് വരുമ്പോൾ കോടതി പരിശോധിക്കുന്ന, ഞാൻ സ്ഥിരമായിട്ട് 31 വർഷമായിട്ട് കോടതിയിൽ പോകുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോടതി പരിശോധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇതിനകത്ത് കോടതി പരിശോധിച്ച് നമ്മൾ പറഞ്ഞല്ലോ പല കേസുകൾ ഇവിടെ ഇപ്പൊ തന്നെ ഇതിനകത്ത് തന്നെ വിജിലൻസ് കേസ് എടുത്തു. വിജിലൻസ് കേസ് നിന്നില്ല. എത്ര വിജിലൻസ് കേസ് കൊടുത്താൽ വിജിലൻസ് കേസ് കോടതി സംസ്ഥാന വിജിലൻസ് അല്ലേ അന്വേഷിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകനിലേക്ക് അന്വേഷണം പോകും. ഞാൻ നടപടിയാണ്. ശ്രീ പണിക്കർ ബലദേവ് പറയുന്ന ന്യായം താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അത് അല്ല, വിജിലൻസ് കോടതിയാണ് മഞ്ചേശ്വര, സംസ്ഥാന വിജിലൻസ് അല്ല. അല്ലെ, ശ്രീ ബലദേവ് ഇവിടെ പറയുന്നതെല്ലാം തന്നെ ഇതിന്റെ നിയമവശങ്ങൾ മാത്രമാണ്. സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അദ്ദേഹം ഏറ്റവും അവസാന ഭാഗത്താണ് വരുന്നത്. നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹം ഇതിന്റെ കുഴപ്പമെല്ലാം തന്നെ CMRലിന്റെ പുറത്തേക്ക് വെച്ച് കെട്ടാനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CMRലുമായി ബന്ധപ്പെട്ട് അവരുടെ ബോർഡിൽ ഇവരുടെ ഒരു സ്ഥിരം അംഗമുണ്ട്. അതാരുടെ? KSIDCയുടെ ഒരു സ്ഥിരം അംഗമുണ്ട് എന്നും അതിൽ ഈ പറഞ്ഞതുപോലെ 13.4% ഒരു സ്റ്റേക്ക് അവിടെ ഉണ്ട് എന്നുമുണ്ട്. അപ്പൊ അങ്ങനെയാവുമ്പോൾ ആ കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ ആ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ ഇവിടെ ഒരു ബോർഡിന്റെ പരിഗണനയിൽ വരാവുന്ന വിഷയങ്ങളല്ലേ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. ഇതിൽ ഒന്നാമത്തെ കാര്യം,
ഇതിലുള്ള നികുതി ഭാരമാണ്. അതായത് ഈ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് എത്രത്തോളം രൂപയാണ് അവരുടെ ബിസിനസ്സിലെ ലാഭം, എത്രത്തോളമാണ് നഷ്ടം, ബിസിനസ്സിലെ ചെലവെന്ന് പറഞ്ഞ് കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുശേഷം അവർക്ക് അതിൽ നികുതി എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഒരു ബോർഡിന്റെ പരിഗണനാ വിഷയമായി വരുന്ന കാര്യങ്ങളാണ്. അത് ഏത് ഘട്ടത്തിലാണെങ്കിലും, അതൊരു സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും തീർച്ചയായിട്ടും അത് ബോർഡിന്റെ പരിഗണനയ്ക്ക് വരുന്നതാണ്. അപ്പൊ ആ ബോർഡിന്റെ പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ വലിയ തുകകൾ ഏത് രീതിയിലത്തേക്കാണ് ചെലവാക്കിയിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, അത് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമല്ല, നേരെ മറിച്ച് ഒരു ബോർഡിലെ അംഗം എന്ന നിലയ്ക്ക് KSIDCയിൽ നിന്നുള്ള മെമ്പർ ആരാണോ ആ ആളിനുണ്ട്, അല്ലെങ്കിൽ അവരുടെ നോമിനേറ്റഡ് മെമ്പർ ആരാണ് ആ ഡയറക്ടർ ബോർഡിൽ എന്ന് വെച്ചാൽ അവർക്കതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം ഇവർ കണ്ടെത്തിയില്ലേ. തന്നെയുമല്ല, ഇവര് ഇന്നോ ഇന്നലെയോ അല്ല, നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഏതാണ്ട് ഒരു 10 വർഷത്തെയെങ്കിലും ചുരുങ്ങിയത് കണക്കുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കണക്കുകൾ എടുക്കുന്ന സമയത്ത് ഇതേ വ്യക്തിക്ക് തന്നെ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് തന്നെ മുൻപ് നൽകിയിട്ടുണ്ടോ, മറ്റേതെങ്കിലും കമ്പനികൾക്ക് ഇത് നൽകിയിട്ടുണ്ടോ, നേരത്തെ ഇവിടെ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇടതും വലതും ഒക്കെയുള്ള കുറേയധികം രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, മാധ്യമങ്ങൾക്ക്, അതേപോലെ തന്നെ ആരാധനാലയങ്ങൾക്ക് തുടങ്ങിയ എല്ലാവർക്കും ഈ പണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പണം അവിടെ CMRL കിട്ടുകയും ആ പണം ഇവർക്കൊക്കെ തന്നെ കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ഏത് അക്കൗണ്ട് ഹെഡുകളിലേക്കാണ് ഇതിനെ കൊണ്ടുവന്ന് കാണിക്കുന്നത്, അത് ഏത് രീതിയിലുള്ള എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിന്റെ പരിഗണനയ്ക്ക് വരുന്ന വിഷയമാണ് എങ്കിൽ ആ സമയത്ത് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഡയറക്ടർ എന്ന നിലയിൽ KSIDCയുടെ ആളിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഇടപെടൽ എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോ ROCയുടെ അന്വേഷണത്തിൽ ഇക്കാര്യം എല്ലാം വ്യക്തമായി കഴിഞ്ഞിട്ടില്ലേ? അവിടെ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയില്ല എന്ന് പറയുമ്പോൾ KSIDCയും രേഖകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞുവല്ലോ. അപ്പോൾ ഒരു തുടരന്വേഷണം എന്ന നിലയ്ക്ക് മാത്രമല്ല ഇപ്പോൾ SFIയുടെ അന്വേഷണം പോകുന്നത്. ഇനി കാര്യങ്ങൾ അറസ്റ്റിലേക്ക് പോകുന്നു എന്ന് കരുതാർ ആയിട്ടുണ്ടോ ഇപ്പോൾ? അല്ല, തീർച്ചയായിട്ടും അതൊരു തുടരന്വേഷണം എന്ന നിലയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഈ കാര്യത്തിൽ മുമ്പ് അന്വേഷിച്ചിരിക്കുന്നത് 2 ഏജൻസികളാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, KSIDC എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ചുമതലയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് ഒരു അന്വേഷണം വന്നിരിക്കുമ്പോൾ ആ അന്വേഷണവുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് ഈ സംവിധാനം ചെയ്യേണ്ടത്, KSIDC ചെയ്യേണ്ടത്. പക്ഷെ നേരെ മറിച്ച് KSIDC എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ 2 തവണ ഇവർ കേരള ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ഈ SFIO പോലെയുള്ള സംവിധാനങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ROC പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഞങ്ങളെ അന്വേഷിക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല എന്നാണ് പറയുന്നത്. അതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എതിർക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇതെല്ലാം തന്നെ ഇല്ലീഗലാണ് എന്നാണ് പറയുന്നത്, നിയമവിരുദ്ധമാണ്. അതെങ്ങനെയാണ്? കോടതിക്ക് പോലും മനസ്സിലാകാത്ത ഒരു ന്യായം വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഈ SFIO നടത്തുന്ന എൻക്വയറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ROC നടത്തിയിരിക്കുന്ന എൻക്വയറി ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇല്ലീഗലാണ് എന്ന് അവർ പറയുന്നു. രണ്ടാമത്, ഷോൺ ജോർജിന്റെ കാര്യത്തിലാണെങ്കിലും ഈ സർക്കാർ ഈ സംവിധാനത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും അതിലൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന നിലയ്ക്കാണ്. ഇവിടെ KSIDC വളരെ ബ്ലേറ്റന്റ് ആയിട്ട് പോയി കോടതിയിൽ പറയുകയാണ് ഇതിലൊരു പൊതു താല്പര്യമില്ല എന്ന്. അല്പം മുമ്പ് ശ്രീ ബലദേവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, കേരള സർക്കാരിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാകുമ്പോൾ അതിൽ 1 രൂപ നഷ്ടമായിട്ടുണ്ട് എങ്കിൽ അതിന്റെ 13.4% എന്ന് പറയുന്നത് പബ്ലിക് ഫണ്ടാണ്, അതായത് സർക്കാരിന്റെ, നമ്മുടെ പണമാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് 1.72 കോടി രൂപയെ ഒരു ബിസിനസ് ചെലവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ KSIDCയുടെ ഇന്നത്തെ വാദം വിചിത്രമായിരുന്നു. ഒന്നും ഒളിക്കാനില്ല എന്നാണ് KSIDC പറഞ്ഞത്. അപ്പോൾ ഹൈക്കോടതി തിരികെ ചോദിക്കുകയാണ്, ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ ഭയക്കണമെന്ന്, അതുകൊണ്ടാണ് സ്റ്റേ നൽകാതിരുന്നത് ഇന്ന്. അതെ, അപ്പോ അവിടെ പൊതുതാല്പര്യമില്ല എന്നവർ പറഞ്ഞു, അത് കോടതി അംഗീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത്, നോക്കൂ, ഈ അന്വേഷണ ഏജൻസികളെല്ലാം ചെയ്യുന്നത് അധികാര ദുർവിനിയോഗമാണ് എന്നുള്ളതാണ് ഇവരുടെ സബ്മിഷൻ. ഇവർ നേരത്തെ തന്നെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ കാര്യത്തിൽ അവർ പറയുന്നത് ഇതെല്ലാം തന്നെ അധികാര ദുർവിനിയോഗമാണെന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത്, പൊതുജനങ്ങളുടേതായിട്ടുള്ള ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ തടയാനായിട്ട് ശ്രമിച്ചിട്ടില്ല എങ്കിൽ, അവിടെ ഒരു ബന്ധുത്വത്തിന്റെ വഴിയിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു കോൺട്രാക്ട് അവിടെ അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ അതിൽ പൊതുതാല്പര്യമില്ല, അത് നിയമവിരുദ്ധമായിട്ടുള്ള ചോദ്യങ്ങളാണ്, അത് അധികാര ദുർവിനിയോഗമാണ് എന്ന് KSIDC പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? ഇത് പറയുമ്പോഴാണ് ഈ കോടതിയിലിരിക്കുന്ന ജഡ്ജി ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 പക്ഷവും പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കുറേയധികം സമാനതകളുണ്ട്. നമ്മൾ ആദ്യം കേട്ടത് എന്താണ്? CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ പറയുന്നത് വീണയുടെ ഭാഗം കേട്ടില്ല എന്നാണ്. നോക്കൂ, KSIDC എന്താണ് കോടതിയോട് പോയി പറഞ്ഞിരിക്കുന്നത്? ഇതേ കാര്യം തന്നെയാണ്, ഞങ്ങളെ കേട്ടില്ല എന്ന്. എന്നിട്ട് ഞങ്ങൾക്ക് ചോദിച്ചത്, ഈ ഞങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോഴോ ആ മറുപടിയെ പറ്റിയാണ് പറയുന്നത് കൃത്യമായിട്ടൊന്നും കൊടുത്തില്ല എന്ന്. അതുപോലും ഒരു കംപ്ലൈന്റ് ആയിട്ടാണ് കോടതിയിൽ പോയിട്ട് ഇവർ പറയുന്നത്. എന്താണ്? ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു, എന്നിട്ട് ഞങ്ങൾ മറുപടി തന്നിട്ടില്ല എന്നാണ് ഈ കമ്പനികാര്യ മന്ത്രാലയം ROC പറയുന്നത് എന്നാണ്.
ഒന്ന് ആലോചിച്ച് നോക്കുക. ROC വളരെ കൃത്യമായിട്ട് ഇവരോട് ചോദിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇന്നതുപോലെ ഒരു പരാതി അവിടെ ഒരു സ്റ്റേക്ക് ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയിരിക്കുന്ന ഓരോ ആരോപണങ്ങൾക്കും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ മറുപടി പറയണം എന്ന് പറഞ്ഞപ്പോ ഈ KSIDC ഫർണിഷ് ചെയ്തിരിക്കുന്ന മറുപടി ഉണ്ടല്ലോ, ആ മറുപടിയിൽ എവിടെയാണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? അവരെ ആകെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഇഷ്യൂവർ കമ്പനിയും ഒരു സ്റ്റേക്ക് ഹോൾഡറും എന്ന നിലയ്ക്കുള്ള ബന്ധം മാത്രമാണ് KSIDCക്കും CMRLനും ഉള്ളത്. അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ആരും തന്നെ ഇടപെടാറില്ല, അവരെ നിയന്ത്രിക്കുന്നത് ഞങ്ങളല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊന്നും മറുപടി പറയേണ്ടതെന്ന്. അവിടെ ഈ CMRLന്റെ ബോർഡിലിരിക്കുന്ന KSIDCയുടെ പ്രതിനിധിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണോ? കമ്പനി നിയമം അങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പോൾ തികച്ചും ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റിലാണ് ഈ KSIDCയുടെ പ്രതിനിധി CMRLൽ ഇരിക്കുന്നത്. അദ്ദേഹം അറിയാതെ ഇങ്ങനെ ഒരു ക്രമക്കേട് നടക്കില്ലല്ലോ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അത് ചോദിക്കുന്ന സമയത്താണ് അത് നോക്കൂ, അത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടാകുന്നതിന്റെ കാരണം തന്നെ അവിടെ ഈ രീതിയിലത്തേക്കുള്ള ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നും അതിന് ആനുപാതികമായിട്ടുള്ള സേവനം അവിടെ നൽകിയിട്ടില്ല എന്നുമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നമ്മൾ പൊതുജനങ്ങൾക്ക് നിക്ഷേപമുള്ള ഒരു സംവിധാനം, ആ സംവിധാനത്തിന്റെ ഒരു നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇരിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനി അവർക്ക് സൗകര്യമുള്ളതുപോലെ ബന്ധുത്വത്തിന്റെ പേരിൽ ഒരാൾ ഒന്നും ചെയ്യാതെ പണം കൊടുക്കുന്നു. അപ്പൊ അവിടെ വരുന്ന ലാഭമായാലും നഷ്ടമായാലും അതിന്റെ ഒരു ഓഹരി നമ്മളാണ് അനുഭവിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളാണ് സഹിക്കേണ്ടത്. അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് ഇത് അധികാര ദുർവിനിയോഗമാണ്, ഇത് ഇല്ലീഗലാണ്, ഇതിൽ യാതൊരു വിധത്തിലുള്ള പബ്ലിക് ഇൻട്രസ്റ്റും ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് കൊടുക്കുന്ന ഒരാളിനെ കൊണ്ടുവച്ച് വീണ്ടും അതിന് പുറത്ത് ചെലവാക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇവിടെ ഒരു പൊതുമേഖലാ സ്ഥാപനം കൊണ്ട് തന്നെയാണ്? അല്ലെങ്കിൽ ഇത്രയും വലിയ തുക കൊടുത്ത് അഡ്വക്കേറ്റിനെ ഇറക്കേണ്ട ആവശ്യമില്ല. അവിടെയും ഇപ്പോൾ KSIDC പിന്നോട്ട് പോയിരിക്കുകയാണ്. ആ പരിശോധന തടയുവാനായിട്ട് KSIDC കഴിഞ്ഞിട്ടുമില്ല. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ KSIDCയിലെ പരിശോധന കഴിയുമ്പോൾ അടുത്തതായി പരിശോധന നടത്തേണ്ടത് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇനി എക്സാലോജിക്കിലേക്ക് അന്വേഷണം സ്വാഭാവികമായിട്ടും വരണം. ഒരു പരാതി ഉണ്ടായിരുന്നു, അത് CPM സംസ്ഥാന സെക്രട്ടറി പോലും പറഞ്ഞതാണ്. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു ഉത്തരവ് നൽകിയപ്പോൾ വീണ വിജയനെ കേട്ടില്ല, എക്സാലോജിക്കിനെ കേട്ടില്ല എന്ന്. ROCയുടെ അന്വേഷണത്തിൽ അങ്ങനെ രേഖകൾ ആവശ്യപ്പെട്ടു ഒന്നും തന്നില്ല എന്ന് ROC റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പരാതിയും ഇല്ലാത്ത വിധത്തിലുള്ള അന്വേഷണം നടത്താൻ SFIOയ്ക്ക് സാധിക്കും. താങ്കൾ പ്രതീക്ഷിക്കുന്നില്ലേ അങ്ങനെ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് SFIO നീങ്ങുകയാണെന്ന്? അതോ അഡ്ജസ്റ്റ്മെന്റുകൾ താങ്കൾ സംശയിക്കുന്നുണ്ടോ? മഞ്ജുഷേ, സത്യം അഴിമതി ചെയ്ത ആളുകളൊക്കെ ഏത് പാർട്ടി ആയാലും മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും അതിന് ശിക്ഷ അനുഭവിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ CMRL എന്ന കമ്പനിക്കെതിരെ മഞ്ജുഷ് കൊച്ചിയിൽ കുറക്കാലം വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകനായിട്ട് എത്ര കൊല്ലമായി CMRL എന്ന് പറയുന്ന കമ്പനി നടത്തുന്ന കൊടും കൊള്ള, അത് മണൽ കൊള്ളയാവാം, പെരിയാറിലെ വെള്ളമാവാം, മൾട്ടി കളർ ഈസ്റ്റ്മാൻ കളറിൽ പെരിയാറിലേക്ക് വിഷം വിട്ട് ലക്ഷക്കണക്കിന് മത്സ്യങ്ങളെ കൊന്നൊടുക്കി, ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കമ്പനി രക്ഷപ്പെട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇപ്പോഴൊരു ഗവൺമെൻറ് മാത്രമല്ല, എല്ലാ കാലത്തും. അതുകൊണ്ടാണ് എല്ലാ കക്ഷികൾക്കും കൊടുത്തു എന്ന് പറയുന്നത്. എനിക്ക് BJPക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല, ഇപ്പോൾ വന്ന പേരുകൾ പുറത്തു വന്നിട്ടില്ല, വരുമായിരിക്കും. മാധ്യമങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു, ആർക്ക് കിട്ടിയെന്ന് അറിയില്ല. അപ്പോൾ പ്രശ്നം എന്താ? ഈ കർത്താവ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കമ്പനി കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരു കൈപ്പിടിയിലാക്കാൻ ശേഷി ഉള്ള ഒരാളാണ്. ആരും ഇദ്ദേഹത്തോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കമ്പനിയെ നിലനിർത്താൻ വേണ്ടിയാണ് രാഷ്ട്രീയ നേതാക്കൾക്കും ഇവർക്കൊക്കെ കൊടുത്തത്. അപ്പോൾ അത് കുഞ്ഞാലിക്കുട്ടിയാവാം, രമേശ് ചെന്നിത്തലയാവാം, പിണറായി വിജയനാവാം, ആര് വേണേയാവാം, ഞാൻ അതിനെക്കുറിച്ച് ആ തർക്കത്തിലേക്കില്ല. 150 കോടി രൂപ അയാൾ കൊടുത്തു എന്ന് ഒരു വർഷത്തെ കണക്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കൊടുത്തു എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ 150 കോടി രൂപ കൊടുത്താൽ അതിൻ്റെ 13% KSIDCക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ 18-19 കോടി രൂപ KSIDCയുടെ പോയി. അതവിടെ നിൽക്കട്ടെ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഈ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഏജൻസികളും ഇവർക്ക് വേണ്ടി മാത്രം വിടുപണി ചെയ്തിട്ട്, എനിക്ക് ഓർമ്മയുണ്ട് മഞ്ജുഷേ, 10 കൊല്ലം 12 കൊല്ലം മുമ്പ് മുതലേ നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്യുക CMRLന്റെ വിഷയം. അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഇവിടുത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരും ഈ കർത്താവിനെ സാറെന്നാണ് വിളിക്കുക. എന്താ കാര്യം? ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ സാറ്, ഞങ്ങൾ ഒന്നിച്ച് ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. ഇയാളെ എവിടുത്തെ സാറ്? ഇനി അത് മാത്രമല്ല, ഈ കർത്താവിൻ്റെ അനിയന് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് അയാൾക്ക് ഒരു ഇത് കിട്ടി. എന്താണ്? കൊച്ചി സെനറ്റിലേക്ക് ഒരു നോമിനേഷൻ, വ്യവസായിയുടെ നോമിനേഷൻ സർക്കാർ കൊടുത്തു. അതിവിടെ ഒരു ആഘോഷം നടത്തി. മഞ്ജുഷിന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, വലിയ ആഘോഷം. ആരൊക്കെ പങ്കെടുത്തു നമ്മൾ വിചാരിച്ചേ? അതിൽ പങ്കെടുക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവില്ല.
പിണറായി വിജയനും VS അച്യുതാനന്ദനും അടക്കം, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും V മുരളീധരനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയൊക്കെ. അന്ന് അതിൽ പങ്കെടുക്കരുന്ന് VS അച്യുതാനന്ദനോട് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം ഇത്രയും തട്ടിപ്പെടുന്ന ഒരു കമ്പനിയാണ്. എനിക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, അദ്ദേഹം പങ്കെടുത്തു. ഞാൻ കരിമണൽ ഖനനത്തിന് വേണ്ടി എന്തെല്ലാം കുതന്ത്രങ്ങൾ ചെയ്ത ഒരു കമ്പനിയാണ് CMRL. ഒടുവിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഹരി വരെ ഇല്ലേ, ഓഹരി പങ്കാളിത്തം വരെ നേടിയെടുക്കുവാനായിട്ട് ആ കമ്പനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത്രമാത്രം നടത്തിയ ഒരു കമ്പനിയുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ കരാറിൽ ഏർപ്പെട്ടത്. അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. ഇപ്പോൾ CPM-ന്റെ ചോദ്യം ഇത്രയേ ഉള്ളല്ലോ, മുഖ്യമന്ത്രി കമ്പനി നടത്താൻ പാടില്ല, ഒരു കമ്പനിയുമായിട്ടും കരാറിൽ ഏർപ്പെട്ടുകൂടെ എന്ന്. പക്ഷെ ഇങ്ങനെയൊരു കമ്പനിയുമായിട്ടാണ്. അല്ല, ഇവിടെ ചോദ്യം അതല്ല. നേരത്തെ അതല്ല, ഇവർ തന്നെ കൊടുത്ത മൊഴികളുണ്ടല്ലോ. ഞങ്ങൾക്ക് റോ മെറ്റീരിയൽ കിട്ടാൻ എവിടെ നിന്ന് കിട്ടണം? കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ KMML ഇന്ന് പൊക്കണം. എനിക്കറിയാം അതിൽ ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും ഇപ്പോൾ പോണില്ല. കരിമണൽ ഖനനവുമായി നടക്കുന്ന തട്ടിപ്പ്. അവിടെ ഒരു ഗ്രാമം ഇല്ലാതായി മഞ്ജുഷേ. 98 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന ഒരു ആലപ്പാട്, എൻ്റെ സുഹൃത്ത് ബൽദേവിന് അറിയുമെന്നറിയില്ല, ആലപ്പാട് എന്ന് പറയുന്ന ഗ്രാമം ഇപ്പോൾ 9 സ്ക്വയർ കിലോമീറ്റർ ഇല്ല, 10-ൽ 1 കുറഞ്ഞു. ഈ കർത്താവ് പോലെയുള്ള ആളുകളുടെ കർമ്മം പോലെയുള്ള കാരണം കൊണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ആരുമായിട്ടും കരാറുണ്ടാക്കാം. മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്താ കരാറുണ്ടാക്കിയ കുഴപ്പം? ഒരു കരാറുമില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ ബൽദേവ് പറഞ്ഞൊരു കാര്യം, ഈ കരാറിൽ പൊതുജനങ്ങൾക്ക് താല്പര്യമില്ല. ഈ കരാറിൽ പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ട്. 2 കാരണമുണ്ട്. അത് KSIDCയുടെ മാത്രം കാര്യമല്ല. ഞാനീ പറഞ്ഞ പോലെ എന്തിനാണ് ഈ കരാർ, എന്തിനാണ് പൈസ കൊടുത്തത്? ആ കൊടുത്തത് കൃത്യമായും കേരളത്തിൻ്റെ വെള്ളം നശിപ്പിക്കാനും തീരെ നശിപ്പിക്കാനുമാണ്. അത് ഒളിച്ചു വയ്ക്കാനാണ്. അതിന് പബ്ലിക് എന്ന നിലയ്ക്ക് ഞാൻ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന എനിക്ക്, അവിടുന്ന് വെള്ളം കുടിക്കുന്ന എനിക്ക്, പെരിയാറിൻ്റെ വെള്ളം പോയാൽ എനിക്കും 40 ലക്ഷം ആളുകൾക്ക് കുടിക്കുന്ന വെള്ളമാണ് പെരിയാർ. ആ പെരിയാർ നശിപ്പിച്ചാൽ അതിൽ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്, എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഗിരീഷ് കുമാർ കേസ് പോയത്. ഗിരീഷ് കുമാർ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ടാണ് ഹൈക്കോടതി പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അത് പിന്നെ ഷോൺ ജോർജ് വരുന്നു, അതിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞു വിജിലൻസ് ഇത് തള്ളി. വിജിലൻസ് തള്ളും. കാരണം എന്താ? അദ്ദേഹം പറഞ്ഞു ശരിയാ, ആരാതിലെ പരാതിക്കാരൻ? ഈ പരാതിയിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താ? ഇവിടെ പ്രശ്നം എന്താ? പിന്നെ കേരളത്തിലെ വിജിലൻസ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട്, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഏതെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. വിജിലൻസ് കോടതി എടുക്കില്ല, വിജിലൻസും എടുക്കില്ല, ഒരു കേസും എടുത്തില്ല. വല്ല വില്ലേജ് ഓഫീസർ 25 രൂപ 500 രൂപ കൈക്കൂലി വാങ്ങി പിടിക്കുന്നല്ലാതെ വേറൊരു കേസും എടുത്തിട്ടില്ല. ഇപ്പോൾ എത്ര കേസുകൾ ഇവിടെ വന്നു? ജയരാജനെതിരെ മുതൽ ഇങ്ങോട്ട് എത്ര കേസ് വന്നു? ഒന്നും വിജിലൻസ് എടുത്തില്ല. അതിൽ എനിക്ക് യാതൊരു അത്ഭുതമില്ല. പ്രശ്നം അതല്ല. ഇപ്പോഴും മഞ്ജുഷി ചോദിച്ച ചോദ്യത്തിലേക്ക് ലാസ്റ്റ് ഞാൻ വരികയാണ്. എനിക്കൊരു പ്രതീക്ഷയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. ഞാൻ അത്രത്തോളം, കാരണം നമ്മുടെ അനുഭവം, ഈ ഒരു രാഷ്ട്രീയ നേതാവിനെയും ബാലകൃഷ്ണ പിള്ള ഒഴിച്ച് ബാക്കി ഒരു രാഷ്ട്രീയ നേതാവും കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു ദിവസം പോലും ഈ അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടന്നിട്ടില്ല. അപ്പോൾ ചോദ്യം ചെയ്യൽ വരെ നീളുമായിരിക്കും പരമാവധി അല്ലേ? CR നീലകണ്ഠൻ ഒരു ചോദ്യം ചെയ്യലോ അതിന് മറ്റൊരു പേരിൽ മൊഴിയെടുപ്പോ എത്ര അഴിമതി ആരോപണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ പോകുമെന്ന് തന്നെയാണ് എൻ്റെ അനുഭവമാണ്. ഇനി അല്ലാതെ ഏതെങ്കിലും നേതാവ്, എനിക്ക് വീണ വിജയൻ ശിക്ഷിക്കപ്പെടുന്നതൊന്നുമില്ല, ഏതെങ്കിലും ഒരാൾ ഇവിടുത്തെ പ്രകൃതി വിഭവത്തിൻ്റെ കൊള്ളയ്ക്കോ പൊതു മുതലിൻ്റെ കൊള്ളയ്ക്കോ ഇതിൻ്റെ 2 രൂപകളിലോ അഴിമതി നടത്തണേ. ഇതിൽ ഏതെങ്കിലും ഒരു കേസിൽ ഈ ഗവൺമെന്റ് 2016 വന്നപ്പോൾ പറഞ്ഞെന്താ? വിജിലൻസിനെ സ്വതന്ത്ര സംവിധാനമാക്കും. വിജിലൻസ് എന്ന സംവിധാനം ഇല്ലാതാക്കി എന്നുള്ളതായി ഇപ്പോൾ സംഭവം. ഒരഴിമതിയും വരില്ല. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്, UDF ഗവൺമെന്റ് കാലത്ത് എന്തൊക്കെ അഴിമതിയെക്കുറിച്ച് ഇവർ പറഞ്ഞു? ഒരു കേസിൽ ഇവർ ശിക്ഷിച്ചോ? ഒരു കേസിൽ ശിക്ഷിച്ചില്ലല്ലോ. അത് പറഞ്ഞിട്ടില്ല ഇവർ വന്നു. സോളാർ തുടങ്ങി കുറെ കാര്യം, ബാർ കോഴ, ഇപ്പൊ ബാർ കോഴ കേന്ദ്ര ഏജൻസിയാണ്. മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ കേന്ദ്ര ഏജൻസിയാണ്. അല്ല, കേന്ദ്ര ഏജൻസിയും എൻ്റെ മഞ്ജുഷയെ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര മാസം ജയിലിൽ കിടന്നു? എത്ര മാസം? മുഖ്യമന്ത്രി അധ്യക്ഷനായ ലൈഫുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നിട്ട് ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ വാതിലിൻ്റെ അവിടെ വരെ ഏതെങ്കിലും ഏജൻസി പോയോ? ഏതെങ്കിലും ഫയൽ ചോദിച്ചോ? മുഖ്യമന്ത്രി ചെയർമാനല്ലേ ലൈഫിൻ്റെ? എന്തേ ചോദിക്കാതിരുന്നത്? മുഖ്യമന്ത്രി ഒന്നും അറിയാതെ ഈ ശിവശങ്കരൻ എന്ന് പറയുന്ന ഒരു മഹാൻ അവിടെ ഇരുന്ന് എല്ലാ കുത്തിത്തിരിപ്പും ചെയ്തു എന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ നമ്മളെന്താ മറ്റേ അരിഭക്ഷണം ഒരു ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ്ടേ? അരിഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഗോതമ്പ് കഴിച്ചാലും മതി, ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മില്ലറ്റ്സ് കഴിച്ചാലും മതി. പക്ഷേ ഒരു ഭക്ഷണവും കഴിക്കാത്തവർ മാത്രമേ അത് വിശ്വസിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷ ആളല്ല. ഒരഴിമതിയും ഒരാളും പിടിക്കപ്പെടില്ല. അതൊക്കെ സെറ്റിൽമെൻ്റ് ആവും. കാരണം എല്ലാവർക്കും ഇതിൽ താല്പര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ അനിയൻ കേരളത്തിലെ അറിയപ്പെടുന്ന BJPയുടെ
വ്യാപാരി വ്യവസായി സംഘടനയുടെ നേതാവാണ് എന്നതും കൂടി ചേർത്ത് വായിച്ചാൽ എനിക്ക് ഇതെല്ലാം ഏതാണ്ട് കാര്യങ്ങളാവും. അദ്ദേഹത്തിൻ്റെ അളിയൻ കുറേ കാലം ഇവിടെ മന്ത്രിയായിരുന്നു എന്നുള്ളത് ഞാനിതൊക്കെ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ എൻ്റെ കയ്യിൽ കൃത്യമായി തെളിവുള്ളതുകൊണ്ടാണ്. ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യം അദ്ദേഹം ഇതിലെ ക്രമക്കേടുകൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ എന്നെ കേട്ടില്ലേ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും കേൾക്കുവാനും രേഖകൾ ഹാജരാക്കുവാനുമുള്ള അവസരമുണ്ടായിട്ടും കൊടുത്തില്ല. കാരണം ഇല്ല, പിന്നെ എങ്ങനെയാണ് രേഖകൾ ഹാജരാക്കുന്നത്? അപ്പോൾ പൊതുജനത്തിന് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ CR നീലകണ്ഠൻ ഒട്ടും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. കാരണം മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ്, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നേക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് അത് വെറും ഒരു പുകമറയല്ല, അത് ജനങ്ങൾ അത് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് മറ നീക്കി പുറത്തു വരേണ്ടതും ആവശ്യമാണ്. പക്ഷേ ഇവിടെ ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊന്നും പറയുന്നില്ല. രാഷ്ട്രീയമായ അന്വേഷണം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് ഞാനും തുടക്കത്തിലെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് വളരെയധികം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഒരു സൈഡിലേ പറയുന്നുള്ളൂ CMRലാണ് ഈ ക്രമക്കേട് മുഴുവൻ നടത്തിയതെന്ന്. എല്ലാവരും ഉണ്ട് ഇതിനകത്തെന്ന്. അല്ല, ഞാൻ പറയാം, ഇതിനകത്ത് കേട്ടില്ല എന്ന് പറയുന്നത് അത് നമ്മുടെ നാച്ചുറൽ ജസ്റ്റിസിൽ ഏതൊരു ഭാഗത്തും പറയുന്നതാണ്. ഏതൊരു കേസ് വന്നാലും രണ്ട് പാർട്ടികളെ കേട്ടിരിക്കണം. അത് നമ്മുടെ ഇന്ത്യയുടെ നിയമത്തിന്റെ ഒരു അടിസ്ഥാന ശരിയാണ്. പിന്നെ ബഹുമാനപ്പെട്ട CR പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ CMR എന്ന് പറയുന്ന കമ്പനി, ഞാൻ അദ്ദേഹം ആലപ്പാടിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ചവറ മുതല് കായംകുളം മുതൽ നീണ്ടകര വരെ 22 കിലോമീറ്റർ ആണ്. ഒത്തിരി ഉണ്ട്, വർക്കല തുടങ്ങുമെങ്കിലും പ്രധാനമായിട്ട് ഈ മൈനിങ് ഏരിയ എന്ന് പറയുന്ന കായംകുളം മുതൽ നീണ്ടകര വരെയുള്ള 22.5 കിലോമീറ്റർ ആണ്. ഇതിനെ പല ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ മോണോപ്പൊളി ഒന്ന് KMML-നും പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള IRE. ഞാനിവിടെ രണ്ടിടത്തെയായിട്ട് വർഷങ്ങളോളം ഈ യൂണിയന്റെ ഭാരവാഹിയായിരുന്നു. 1999 മുതൽ 2017 ശേഷമാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. 20 വർഷത്തെ കൊണ്ട് ഞാൻ അവിടുത്തെ യൂണിയന്റെ ഭാരവാഹിയായിരുന്നു. ഇവിടെ അദ്ദേഹം പറഞ്ഞ ആലപ്പാട് മാത്രമല്ല, അഴീക്കല്, ചെറിയഴീക്കല് എന്ന് പറയുന്ന കുറെ അധികം പ്രദേശം ഇവിടെ മൈനിങ് നടത്തുക പ്രധാനമായിട്ടും IRE-യും ചവറ KMML-ഉമാണ്. അവരാണ് അവിടുന്ന് മൈനിങ് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് തീവാഷ് എന്നാണ് പറയുന്നത്. തീരത്ത് തിരകൾ വന്ന് അടിയുന്ന മണ്ണാണ് ഈ കറുത്ത മണ്ണ്. അത് വാരിക്കൊണ്ട് പോവുക. അപ്പൊ അത് വാരിക്കൊണ്ട് പോയി അതിലത്തെ കറുത്ത മണ്ണ്, വെളുത്ത മണ്ണ്, മോണോസൈറ്റ്, ഇൽബനൈറ്റ്, റുട്ടൈഡ്, ഇവിടെ മിനറൽ സെപ്പറേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞ് MS യൂണിറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് തന്നെ ചവറിൽ പ്രവർത്തിക്കുന്നു. ഇത് മാറ്റി കറുത്ത മണ്ണും വെളുത്ത മണ്ണും ആക്കുക. ഇത് മാത്രമാണ് അവിടെ ചെയ്യുന്നത്, IRE ചെയ്യുന്നു. KMML അതിൽ ഒരു പടി കൂടെ കടന്ന് ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന സാധനം ഉത്പാദിപ്പിക്കുന്നു. ഇപ്പോൾ ടൈറ്റാനിയം മെറ്റൽ, ടൈറ്റാനിയം സ്പോഞ്ച് ഉത്പാദിപ്പിക്കുന്നു. അത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന് അറിയായിരിക്കും, ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ കിട്ടുന്നതിൽ വെച്ചുള്ള ഏറ്റവും നല്ല കറുത്ത മണ്ണ് കിട്ടുന്നതും ഈ ടൈറ്റാനിയം മെറ്റൽ കിട്ടുന്നതും അതുപോലെ താങ്കൾ ഈ പറയുമ്പോഴൊക്കെ ഈ ഇൽമനൈറ്റ് എന്ന ഈ ഒരു വസ്തു ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്രാധാന്യവും അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ഈ ഇൽമനൈറ്റിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ തയ്യാറായ വ്യക്തിയാണ് കർത്ത എന്ന് അറിയാമല്ലോ താങ്കൾക്ക്. ആ വ്യവസായിയുടെ കാര്യമാണ് ഇവിടെ ശ്രീ CR സൂചിപ്പിച്ചത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ അത്. മഞ്ചേഷ, ഞാനത് പറയാനായിട്ട് വരികയാണ്. അപ്പൊ ഈ ഇൽമനൈറ്റ് ചൂഷണം ചെയ്യാൻ ഇവിടെ എല്ലാവർക്കും പറയാത്ത ഒരു കാര്യമുണ്ട്. ഈ കൊയിലോൺ ഗ്രേഡ് എന്ന് പറയുന്ന ഇൽമനൈറ്റ് തമിഴ്നാട്ടിലുള്ള PV മിനറൽസ് എന്ന് പറയുന്ന കമ്പനി വിൽക്കുന്നു. കൊയിലോൺ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ കായംകുളം നീണ്ടകരയുള്ള ഈ സ്ഥലത്ത് അതെങ്ങനെ വിൽക്കുന്നു നമ്മൾ അറിയാതെ. അത് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ആര് വന്നിരുന്നാലും ഈ കടൽ തീരത്തൊന്ന് ഈ മണ്ണ് വാരിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലുള്ള ഈ കമ്പനി കൊയിലോൺ ഗ്രേഡ്, അന്തർദേശീയ നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ നിലവാരമുള്ള, ഏറ്റവും വിലപിടിപ്പുള്ള സാരി, ഏറ്റവും ബലമുള്ള മെറ്റലും എന്നാൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. വിമാനം, ഹെലികോപ്റ്ററും റോക്കറ്റും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടൈറ്റാനിയം മെറ്റൽ. ടൈറ്റാനിയം ഡയോക്സൈഡ് പെയിന്റ് നിർമ്മിക്കാനാണ്. അല്ല, ശരിയാണ്, അതിന്റെ സാങ്കേതികത്വം പോട്ടെ. പക്ഷേ അതല്ല, ഇതൊക്കെ കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ് CMRL-ന്റെ ഉടമ, അറിയാമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് കമ്പനിയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്, ഇങ്ങനൊരു സ്വാധീനത്തോട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ സംശയങ്ങൾ മാറ്റിക്കൊടുക്കേണ്ടത് ആരാണ്? ഒരു സാധാരണ വ്യക്തിയുമായിട്ടാണ് ഇങ്ങനെ കരാറിൽ ഏർപ്പെടുന്നതും ഒരു സാധാരണ കമ്പനിയുമായിട്ടാണ് കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയല്ലല്ലോ. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടും മകളുടെ കമ്പനിയുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 5 ലക്ഷവും 3 ലക്ഷവുമാണ് മാസം തോറും കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ദുരൂഹത മാറ്റേണ്ടത് ആരാണ്? ഞാൻ അതിലേക്ക് വരികയാണ്. മഞ്ചേശ്വരന്റെ പറയാൻ ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് അത്ര തന്നെ ഗൾഫിൽ ഓയിലിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിച്ചാൽ കേരളത്തിൽ തൊഴിലോടി വേറെ എങ്ങും പോകേണ്ട കാര്യം. 13.6 ലക്ഷം ടൺ എങ്ങാണ്ടാണ് ഈ 22 കിലോമീറ്റർ സ്ഥലത്ത് ഈ കറുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ശരിക്കും വിനിയോഗം ചെയ്യുന്നില്ല. അത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഈ മേഖല സ്വകാര്യവൽക്കരിച്ച്
സ്വകാര്യ വ്യക്തികൾ കൊണ്ടുപോകാനായിട്ട് നിരവധി കഴുകന്മാർ ഇതിന് ചുറ്റും പറന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ആ സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയിട്ടില്ല. അതുപോലെ പക്ഷെ മണൽ ഇവിടുന്ന് ചൂഷണം ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ വിഷയം ശ്രീ അവതാരകൻ തന്നെ പറഞ്ഞതുപോലെ പൊതുജനങ്ങൾക്കെല്ലാം ബോധ്യം മാത്രമല്ല, ഇവിടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ അന്വേഷണം ചെന്ന് എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് ചെല്ലുകയും വീണ വിജയനെ അറസ്റ്റ് ചെയ്യുകയും അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പിണറായി വിജയൻ മന്ത്രിസഭയും ഒക്കെ തകരുക എന്നുള്ള ഒരു പ്രവൃത്തി, ഒരാലോചന, ഒരാഗ്രഹം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഉള്ളിലുണ്ട്. അതിനകത്ത് ഈ CMRന്റെ ഉടമ്പടിയിൽ കൊണ്ട് പറയുന്നുണ്ട്, ഈ പ്രതിപക്ഷത്തുള്ള BJPയുടെ പേരില്ല, CR പറഞ്ഞ പോലെ BJPക്കാരുടെ പേരില്ല, ബാക്കി കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും അവിടുത്തെ മാസപ്പടിക്കാരായിരുന്നു, അവരെല്ലാവരും പണം വാങ്ങിക്കുന്നുണ്ട്, അവരെല്ലാം പല രീതിയിൽ പല സമ്പാദ്യം എന്നുള്ള രീതിയിൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ആർക്കും ഇതിനകത്ത് കൈകഴുകി പോകാൻ പറ്റില്ല. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും, അതുപോലെ കുഞ്ഞാലിക്കുട്ടി, അവിടെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഉമ്മൻചാണ്ടി, ഇവരെല്ലാവരും ഇതൊന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഇതിനകത്തുനിന്ന് പണം കൈപ്പറ്റിയതായിട്ട് രേഖകളുണ്ട്. അവിടെ അതുകൊണ്ടാണല്ലോ ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അത്ര വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല, നിയമ നടപടിക്ക് പോകുമെന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ ഇതൊന്നും മുഖ്യമന്ത്രിയുടെ മകളെയും മകളുടെ കമ്പനിയെയും ന്യായീകരിക്കാൻ ഉതകുന്നതല്ല. അല്ല, അത് തീർച്ചയായിട്ടും അവിടേക്ക് ചെല്ലുമ്പോഴാണ് ഞാൻ അതിന്റെ നിയമപരമായ കാര്യം പറഞ്ഞത്. നിയമപരമായിട്ട് ഇതിനകത്ത് കുറ്റം ചെയ്തിരിക്കുന്ന CMRലുണ്ട്. KSIDCക്ക് ഒരു കാര്യമുണ്ട്, ഇഗ്നറൻസ് ഓഫ് ലാ ഇസ് നോട്ട് എക്സ്ക്യൂസബിൾ എന്നാണ്. അപ്പൊ അതിന്റെ ബോർഡ് എന്ന് പറഞ്ഞാൽ KSIDC റെപ്രസെന്റ് ചെയ്യുന്നു. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ബോർഡ് മെമ്പർക്കോ KSIDCക്കോ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അവർ ഇങ്ങനെ പണം പോയിട്ടുണ്ടെങ്കിൽ അവർ അതിനകത്ത് കുറ്റക്കാരാണ്. കാരണം ഒരു ബോർഡ് മെമ്പർ അറിഞ്ഞില്ലെങ്കിൽ അടുത്ത കമ്മിറ്റിയിൽ, ഞാൻ ബോർഡ് ചെയർമാനെക്കാട്ടിരുന്ന ആളാണ്, അടുത്ത കമ്മിറ്റിയിൽ ഈ മിനിറ്റ്സ് വായിക്കും. അപ്പോൾ ബോർഡ് മെമ്പർക്ക് അവിടെ ഒബ്ജക്ഷൻ എഴുതിയിടാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ബോർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾ, അല്ലെ കോർപ്പറേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ആള്, അയാളും കൂടെ ആ മിനിറ്റ് അടുത്ത കമ്മിറ്റിയിൽ, ആദ്യത്തെ കമ്മിറ്റിയിൽ തീർത്ത് തീരുമാനങ്ങൾ വായിക്കും. അങ്ങനെയാണ് എപ്പോഴും ഒരു ബോർഡ് മീറ്റിംഗ് തുടങ്ങുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ അയാൾ അന്നത്തെ മിനിറ്റിൽ ഒപ്പിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും KSIDC ലേബിളാണ്. അതിനകത്ത് യാതൊരു അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അതിനെ നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. അത് രേഖകൾ പരിശോധിച്ചു വരേണ്ടതാണ്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ എക്സാലോജിക്കിലേക്ക് നേരിട്ട് എത്തുന്ന ഒരു കാര്യമല്ല. നിയമത്തിന്റെ കണ്ണിൽ ഇൻ ദ ഐ ഓഫ് ലാ ഇത് നേരിട്ട് അങ്ങോട്ട് ചെല്ലുന്നില്ല. കാരണം ഇവര് ബോർഡ് മീറ്റിംഗ് കൂടി ബോർഡിന്റെ തീരുമാനം അനുസരിച്ച് ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രോപ്പർ ചാനലിലൂടെ എക്സാലോജിക് കമ്പനിയിലേക്ക് കൊടുത്ത പണമാണ്. പിന്നെ ആകെയുള്ളൊരു തെറ്റ് അവരുടെ ഭാഗത്തുള്ളത്, ആ പണം കൈപ്പറ്റിയതിന് അവർ തിരിച്ച് സേവനം നൽകിയിട്ടില്ല. ഇത് മാത്രമാണ് ഇൻകം ടാക്സിന്റെ ഫൈലിങ്സ്. അത് വലിയ കാര്യമല്ലേ? സേവനം നൽകാതെ അല്ലല്ല, സേവനം നൽകാതെ പണം വാങ്ങാൻ പാടില്ല. അത് കമ്പനി നിയമത്തിലുള്ളതല്ലേ? കമ്പനി നിയമത്തിലുള്ളതല്ലേ ശ്രീ ബൽദേവ്? നൽകാതെ പണം വാങ്ങിയാൽ അത് സിവിൽ ലയബിലിറ്റി ആവത്തുള്ളൂ. അവർക്ക് ആ പണം തിരിച്ചു കൊടുക്കുമ്പോൾ, അവർ ആവശ്യപ്പെട്ടാൽ പണം തിരിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ക്രിമിനൽ ലയബിലിറ്റിക്ക് പോയില്ല. എനിക്കൊരു പണം തന്നൊരു സേവനം ആവശ്യപ്പെട്ടാൽ ഞാൻ അത് തന്നില്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, ആ തുകയെ തിരിച്ചു കൊടുക്കണം, അവരാവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം തിരിച്ചു കൊടുക്കണം. നിയമപരമായിട്ട് ബാങ്ക് അക്കൗണ്ടിലൂടെ അന്വേഷണം സിവിൽ മാത്രമല്ലല്ലോ, അത് ക്രിമിനലും ഉൾപ്പെടുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് SFIO ഇക്കാര്യത്തിൽ ഇടപെടുന്നത്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അല്ല എങ്കിൽ എന്തിനാണ് SFIO ഇടപെടുന്നത്? അതവിടെ കമ്പനി ROCയുടെ അന്വേഷണത്തിൽ നിർത്താമായിരുന്നുവല്ലോ. CMRനെതിരെ ക്രിമിനൽ ലയബിലിറ്റി വരും. പക്ഷേ ആ ക്രിമിനൽ ലയബിലിറ്റി വരില്ല, സിവിൽ ലയബിലിറ്റി മാത്രമേ എക്സാലോജിക്കിനെതിരെ നിയമപരമായിട്ട് നിൽക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കാര്യം പറയുന്നല്ലോ, CBIക്കോ ഇതിനകത്ത് SFIOക്കോ ക്രിമിനൽ ലയബിലിറ്റി, ഞാൻ പറഞ്ഞല്ലോ ഒരു നോട്ടിഫിക്കേഷനിലൂടെ 2000 മണി ലോണ്ടറിംഗ് വരും. ഒരിക്കലും മണി ലോണ്ടറിംഗ് വരത്തില്ല. ബാങ്ക് അക്കൗണ്ട് വഴി ഞാൻ മഞ്ചേശ്വരിന്റെ പേരിൽ ബാങ്ക് വഴി പൈസ അയച്ചു തന്നാൽ എന്റെ പണമാണ്. ഷെൽ കമ്പനികൾ പിന്നെ എന്തിനാണ് മഞ്ചേശ്വരം മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ കറുത്ത പണം വെളുപ്പിക്കാൻ. ഈ കമ്പനി എക്സാലോജിക് കമ്പനി കമ്പനി മരവിപ്പിക്കാൻ കൊടുത്ത അപേക്ഷ പോലും തെറ്റായ രീതിയിലാണ് എന്നുള്ള കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒഫൻസുകളുടെ ഒരു പെരുമഴ തന്നെയാണ് ROC രംഗത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് SFIയുടെ അന്വേഷണത്തിലേക്ക് പോയത് സർ. ഇല്ല, മണി ലോണ്ടറിംഗ് ഇതിൽ നിൽക്കില്ല. മണി ലോണ്ടറിംഗ് നിൽക്കണമെന്ന പ്രധാനമായിട്ട് കള്ളപ്പണം വെളുപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് മണി ലോണ്ടറിംഗ് വരുന്നത്. റിക്കാർഡിക്കലായിട്ട് ഞാൻ മഞ്ചേശ്വരിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഞാൻ അയച്ചു, എന്റെ അക്കൗണ്ടിൽ നിന്നാണ് അയച്ചു തരുന്നത്. അപ്പോൾ മണി ലോണ്ടറിംഗ് എനിക്കെതിരെ നിൽക്കുക. എന്റെ കയ്യിൽ ഈ 1,22 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടി? എനിക്കാണ് എന്റെ ലയബിലിറ്റി. ഞാൻ മഞ്ചേശ്വരിയാണ്. ഇതെല്ലാം പറഞ്ഞ് ശ്രീമതി വീണ വിജയനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രയും മോശം ഒരു ഇമേജ് ഉണ്ടാക്കരുതേ അഡ്വക്കേറ്റ് ബലദേവ്. കാരണം ഇത് താങ്കൾ സമ്മതിക്കുകയാണ്, ഈ ക്രമക്കേടെല്ലാം നടന്നു. പക്ഷെ അതെല്ലാം നിയമപരമായുള്ള ക്രമക്കേടാണെന്ന്. ഞാൻ ലീഗലായിട്ട് കോടതിയിൽ വരുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ. ശരി. ശ്രീ ശ്രീധർ പണിക്കർ, ഇപ്പോഴും അഡ്വക്കേറ്റ് ബലദേവ് എക്സാലോജിക് തെറ്റ് ചെയ്തു എന്ന് പറയുന്നില്ല. ക്രമക്കേട് നടന്നിട്ടുണ്ട്, പക്ഷെ അത് ഒരു വശത്ത് മാത്രമാണ് നടന്നത് എന്ന്.
അല്ല, അവിടെയാണ് പ്രശ്നം. അദ്ദേഹം ഈ നിയമത്തിലേക്ക് മാത്രം ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ലീഗലി ശരിയായിരിക്കാം. ഇപ്പൊ ഈ മണി ലോണ്ടറിംഗിന്റെ കാര്യത്തിൽ എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം, മഞ്ജുഷ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നോക്കൂ, എങ്ങനെയാണ് ഈ കള്ളപ്പണത്തിനെയൊക്കെ തന്നെ വെളുപ്പിച്ചെടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ കള്ളപ്പണത്തിനെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഈ 1.72 crore മാത്രമാണ് അവിടെ നടന്നിരിക്കുന്ന ഇടപാട് എങ്കിൽ ശ്രീ ബലദേവ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഇത്രയും പൈസ കൊടുത്തിരിക്കുന്നത് ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണല്ലോ. അപ്പൊ പിന്നെ അതിലെവിടെയാണ് മണി ലോണ്ടറിങ്? അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു സോഴ്സിലേക്ക് ഒരു ലീഗൽ ട്രാൻസ്ഫർ അല്ലേ എന്ന് ചോദിക്കാം. ശരിയാണ്. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന 1.72 crore ആനുപാതികമായിട്ടുള്ള സേവനം അവിടെ മിസ്സിംഗ് ആണ്. അപ്പൊ അങ്ങനെ സേവനം മിസ്സിംഗ് ആകുമ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ, അതല്ലാതെ മറ്റുള്ള ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ? നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ PV, KK, RC എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നത് പോലെ ഇവിടെയും പണം അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെ മണി ലോണ്ടറിങ് അവിടെ നടന്നിട്ടുണ്ടോ? കുറച്ച് ഭാഗം മാത്രം ഈ ഷെൽ കമ്പനികളുടെ മാതൃകയിൽ ഈ രീതിയിലത്തേക്കുള്ള ട്രാൻസാക്ഷൻ ആണോ നടന്നിരിക്കുന്നത് എന്നൊരു ആക്ഷേപം അവിടെ ഉണ്ടെങ്കിൽ അതൊരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലേ മതിയാകും. എങ്കിൽ മാത്രമേ അത് പുറത്തു വരികയുള്ളൂ. അവിടെ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു ഘട്ടത്തിലേ പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ ആർക്കെങ്കിലും ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശ്രീമതി വീണ വിജയന്റെ കമ്പനി അവിടെ എന്തെങ്കിലും രീതിയിലുള്ള സേവനം എന്നതായിട്ട് താങ്കൾ പറഞ്ഞതുപോലെ റെക്കോർഡിക്കലായിട്ട് അതവിടെ കാണുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, ശ്രീ ബലദേവ് ഇങ്ങനെ നിയമത്തിന്റെ ഭാഗത്തിനെ പറ്റി മാത്രം പറയുന്ന സമയത്ത് ശ്രീമതി വീണയുടെ ഭാഗത്തു നിന്ന് സേവനങ്ങളൊന്നും അവിടെ നൽകിയിട്ടില്ല എങ്കിൽ അതൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒഫൻസ് അല്ല, സിവിലാണ്. അതൊരു പക്ഷേ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സിവിൽ പെനാൽറ്റിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. അല്ലാതെ അത് ഗുരുതരമായിട്ടുള്ള സ്വഭാവത്തിലുള്ള ഒരു കാര്യമാകുന്നില്ല എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ ഒന്ന് മഞ്ജുഷ പറഞ്ഞിരുന്ന ഹൈലൈറ്റ് ചെയ്ത അതേ പ്രശ്നമാണ്. താങ്കൾ ഇൻഡയറക്ട്ലി പറയുകയാണ് അവിടെ കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ല, ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട് എന്ന്. രണ്ടാമത്തെ പ്രശ്നം ഇതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു കമ്പനി ശ്രീമതി വീണ വിജയന്റേതാകുന്നു എന്നുള്ളതാണ്. ഇവിടെ ആൾക്കാരുടെ പ്രശ്നം അത് മാത്രമാണ്. എന്തുകൊണ്ട് അത് ശ്രീജിത്ത് പണിക്കരുടെ കമ്പനി ആകുന്നില്ല? എന്തുകൊണ്ട് അത് ബലദേവ് സച്ചിദാനന്ദന്റെ കമ്പനി ആകുന്നില്ല? എന്തുകൊണ്ട് അത് വീണ വിജയന്റെ കമ്പനി ആകുന്നു? അവിടെയല്ലേ അതിന്റെ രാഷ്ട്രീയം? അവിടെയല്ലേ നമ്മൾ ഈ പറയുന്ന എല്ലാ രീതിയിലുമുള്ള നെപ്പോട്ടിസം എന്ന് പറയുന്ന കാര്യങ്ങളാണെങ്കിലും സ്വജനപക്ഷപാതമാണെങ്കിലും ബന്ധുത്വം വഴിയുള്ള കാര്യമാണെങ്കിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളിന്റെ കാര്യമാണെങ്കിലും ഒക്കെ തന്നെ, അതായത് വീണ വിജയൻ എന്ന് പറയുന്ന ആളിന് ഈ കോൺട്രാക്ട് യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ അവിടെ ലഭിക്കുമ്പോൾ അവരുടെ അച്ഛൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. ഈ പറയുന്ന വകുപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ പല ബന്ധുക്കളെ പറ്റി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ പറഞ്ഞ് ഞാനത് ആവർത്തിക്കുന്നില്ല. ഇവിടുത്തെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊതു താല്പര്യം അവിടെയാണ് ഇരിക്കുന്നത്. അതായത് ഈ ആദ്യം പറയുന്ന, അതായത് ഈ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പോലും അവിടെ പറഞ്ഞിരിക്കുന്നത് ബന്ധുത്വം വഴിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്നാണ്. CMRനെ നിയന്ത്രിക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണെന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നോ എന്നതിലേക്കുള്ള ഒരു ഒബ്സർവേഷൻ അതിന് ശേഷം വരുന്നു. അവിടെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ നിയമത്തിന്റെ പേജുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ക്രിമിനൽ ആണോ സിവിലാണോ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ മിസ്സായി പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ കാതലായ മണി ലോണ്ടറിംഗിൽ വരുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത് കമ്പനി എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയും അതിൽ ടാക്സ് എക്സംഷൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നല്ലോ ഉണ്ടായത്. അതാണല്ലോ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പിടികൂടിയത്. ഇതേ പണമാണ് ഈ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി എക്സാലോജിക്കിനും വീണ വിജയനും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കമ്പനി എക്സ്പെൻസ് അല്ല എന്ന് കണ്ടെത്തുമ്പോൾ അവിടെ മണി ലോണ്ടറിംഗ് വന്നു കഴിഞ്ഞല്ലോ. അല്ല, തന്നെയുമല്ല, അദ്ദേഹം അവിടെ പറയുന്നത് നോക്കൂ, ഇവിടെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എങ്കിൽ പോലും അതിന്റെ ലയബിലിറ്റി പൂർണ്ണമായിട്ടും ഇത് നൽകുന്നയാളിന് മാത്രമാണെന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നത്. അതെങ്ങനെയാണ് നിലനിൽക്കുക? അത് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു നിയമം വഴി നിലനിൽക്കുന്ന കാര്യമാണോ? അത് കൊടുക്കുന്ന കൈക്കൂലിയുടെ കാര്യത്തിൽ പോലും കൊടുക്കുന്നയാളും വാങ്ങുന്നയാളും എല്ലാം ഒരേപോലെ കുറ്റക്കാരാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ രണ്ട് എൻഡിലുമുള്ള ആൾക്കാർ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം ഇവിടെ തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ രണ്ട് എൻഡിലുള്ള ആൾക്കാരും ഇതിൽ കുറ്റക്കാരാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണമായ ലൈബിലിറ്റി ഒരു കമ്പനിയിലേക്ക് മാത്രം ചാർത്തിക്കൊണ്ട് ഒരാളിനെ മാത്രം അവിടെ രക്ഷപ്പെടുത്തിയെടുക്കാനൊന്നും കഴിയില്ല. അവിടെ തന്നെയാണ് ശ്രീ മഞ്ജുഷ പറഞ്ഞതുപോലെ മറ്റുള്ള പല കാര്യങ്ങളും അവരുടെ കമ്പനി എങ്ങനെയാണ് ക്ലോസ് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയത്, മറ്റുള്ള എന്തൊക്കെ ഇടപാടുകളാണ് അവർക്കുണ്ടായിരുന്നത്, എന്തായിരുന്നു അവരുടെ ടെക്നിക്കലായിട്ടുള്ള കേപ്പബിലിറ്റി, ആ കേപ്പബിലിറ്റി എവിടെ തെളിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ബോർഡിലുള്ള KSIDCക്ക് എതിർപ്പില്ലാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. ശ്രീ ബലദേവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, KSIDCയുടെ ഭാഗത്തുള്ള നോമിനേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടർ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഈ ബോർഡിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു എതിരഭിപ്രായം അവിടെ എഴുതിയിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് കേവലം അവിടെ ഒരു വിയോജിപ്പ് എഴുതി വെക്കുന്നിടത്തല്ല പ്രശ്നം.
എന്തിനാണ് ഈ KSIDCയുടെ ഒരു ഡയറക്ടർ അവിടെ ഇരിക്കുന്നത്? കേവലം അവിടെ ബോർഡിൽ വരുന്ന ഒരു കാര്യത്തിന് ഒരു വിയോജിപ്പ് എഴുതി വെക്കുക, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ചിന്തയാണ് എങ്കിൽ അതവിടെ രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല. അത് മാത്രമല്ല, ഇതിപ്പോൾ പ്രശ്നമില്ലായിരുന്നുവെങ്കിൽ KSIDCക്ക് ഹാജരാക്കാൻ കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നിയമ നടപടിയുമായിട്ട് അവർ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നുവല്ലോ, ഈ പരിശോധനയെ അവർ ഭയക്കേണ്ട ആവശ്യമില്ലായിരുന്നുവല്ലോ. അത് തന്നെയുമല്ല മഞ്ജുഷ്, അവിടെ ശ്രീ ബലദേവ് പറഞ്ഞ പോലെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. അവിടെ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് KSIDCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡയറക്ടറിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് കേവലം അവിടെ എഴുതിയിടുന്നതിനപ്പുറത്തേക്ക് KSIDCയിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യുകയും അതുവഴി സംസ്ഥാന സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണം. അതല്ലാതെ വെറുതെ അവിടെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു നോമിനേറ്റഡ് ഡയറക്ടറിന്റെ ഉത്തരവാദിത്തം അവിടെ തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഏത് കമ്പനിയുമായിട്ടാണ് CMRL ഇടപാട് നടത്തിയിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം ശ്രീ പണിക്കർ. അങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് വരുമോ ആ ബോർഡിലിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന്? അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇവരതിനെ സർവ്വവിധേന എത്ര പൈസ ചെലവാക്കിയിട്ടാണെങ്കിലും ഇതിലൊരു അന്വേഷണം ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു കടുംപിടുത്തം. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും മഞ്ജുഷ്, 1.72 കോടി രൂപയുടെ ഇടപാട്. അതിൽ നമ്മൾ ഈ പറയുന്നത് പോലെ KSIDCയുടെ ഒരു ഓഹരി പോലും അവരുടെ ലാഭമോ നഷ്ടമോ എന്താണെങ്കിലും നോക്കിയാൽ 13.4% ആവത്തുള്ളൂ. അപ്പൊ അത് എത്ര ലക്ഷം രൂപയുടെ ഇടപാടാണ് എന്നുള്ളത് അറിയാമല്ലോ. ഒരൊറ്റ സിറ്റിങ്ങിന് വൈദ്യനാഥൻ എന്ന് പറയുന്ന വക്കീലിന് 25 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ പൈസയും പോയില്ലേ. 4 സിറ്റിക്ക് പുള്ളിക്ക് വേണമെങ്കിൽ 1 കോടി രൂപ ആരാ എടുത്തു കൊടുക്കുന്നത്? KSIDC എടുത്തു കൊടുക്കുന്നത്. എവിടെ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്? നമ്മുടെ പണമാണ്, നമ്മൾ നികുതി കൊടുക്കുന്ന പണമാണ്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ഒരു ഇല്ലീഗൽ ട്രാൻസാക്ഷനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയും ഞങ്ങളെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൈസ തന്നെ വീണ്ടും ചെലവാക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കോടതി. ഒരു കാര്യം കൂടി ശ്രീ പണിക്കർ, അതിനുശേഷം CR നീലകണ്ഠനിലേക്ക് പോകാം. ശ്രീ പണിക്കർ, CR ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന് ഒട്ടും ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ ഇല്ല എന്നാണ്. മുൻ അന്വേഷണങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. എങ്ങും ഇത് എത്താൻ പോകുന്നില്ല എന്ന് വലിയൊരു അഭ്യൂഹം പരക്കുന്നുണ്ട് തലസ്ഥാനത്ത് പ്രത്യേകിച്ചും. ഞാനിവിടെ ഉള്ളതുകൊണ്ട് പറയുകയാണ്. ഉടൻ തന്നെ SFIO ടീം AKG സെന്ററിലേക്ക് വരും, ക്ലിഫ് ഹൗസിലേക്ക് വരും, ഉടൻ തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ പോകുന്നുവൊക്കെ. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ? അല്ല, അക്കാര്യത്തിൽ ശ്രീ CR നീലകണ്ഠന്റെ കാഴ്ചപ്പാടിനോട് നമുക്ക് യോജിക്കാനേ കഴിയുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ ഒരു തെറ്റ് നമുക്ക് പറയാനില്ല. കാരണം ഇവിടെ വളരെ ഗുരുതരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും അകത്തായിരിക്കുന്ന 1-ലധികം കേസുകളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മാത്രമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം ലൈഫ് മിഷനിലാണെങ്കിലും സ്വർണ്ണക്കടത്തിലാണെങ്കിലും എങ്ങനെ ഉണ്ടാകും? അദ്ദേഹത്തിന്റെ ഒരു ടോപ്പ് ബോസിന്റെ യാതൊരു വിധത്തിലുള്ള സംരക്ഷണമോ അറിവോ ഇല്ലാതെ ഇത് നടക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. തന്നെയുമല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈഫ് മിഷന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുഖ്യമന്ത്രിയുടെ സ്ഥാനം എന്താണ് എന്ന് നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന് നേരിട്ട് ഉത്തരവാദിത്തമുള്ള 2 രീതിയിൽ, മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിന്റെ ചുമതലയുള്ള ആള് എന്ന നിലയ്ക്കും അദ്ദേഹത്തിന് കൂടി ഉത്തരവാദിത്തമുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനെ വലിയ ക്രമക്കേട് നടന്നതിന് ശേഷം ഇവിടെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വർണ്ണക്കടത്ത് വിഷയം മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോളർ കടത്ത് വിഷയം മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ പ്രൈം അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾ, ആ ആള് പറയുന്നില്ലല്ലോ, ഇതിനൊന്നും കുറ്റം നിഷേധിക്കുന്നില്ല. പ്രൈം അക്യൂസ്ഡ് ആയിട്ടുള്ള ആള് പറയുകയാണ് ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ചെയ്തു, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തു, ഈ ഇടപാടുകളെല്ലാം എനിക്ക് അറിയാമെന്ന് ഇവരെ ആവർത്തിച്ചിട്ട് പറയുമ്പോൾ ഈ അന്വേഷണ ഏജൻസി, കേന്ദ്രത്തിലേതാണെങ്കിലും സംസ്ഥാനത്തിലേതാണെങ്കിലും ഈ അന്വേഷണ ഏജൻസികൾ ഏറ്റവും ചുരുങ്ങിയത് ചോദ്യം ചെയ്യാനായിട്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യണമല്ലോ. അതുപോലുമില്ല. ഞാൻ നോക്കിയിട്ട് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സർക്കാരിനോട് ഈ നയമില്ല, പിന്നെ ബംഗാളിൽ ഈ നയമില്ല, തമിഴ്നാട്ടിൽ ഈ നയമില്ല. നമ്മൾ പലയിടത്തു നിന്ന് ആൾക്കാരെ പെട്ടെന്ന് വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നു. ഇപ്പൊ ജാർഖണ്ഡിൽ നമ്മൾ കാണുന്നു. ഈ സ്ഥലത്തെല്ലാം കാണുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു റിലാക്സേഷൻ പല കാര്യത്തിലും കൊടുക്കുന്നത് എന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ള കേസുകളുടെ ഒക്കെ തന്നെ ഒരു ട്രാക്ക് റെക്കോർഡിംഗ് ഹിസ്റ്ററിയും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലും അങ്ങനെ എന്തെങ്കിലും നടക്കും എന്ന് നമുക്കൊരു ആത്മവിശ്വാസം സംശയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ല, മുൻ അനുഭവങ്ങളുമുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്ത് അഡ്ജസ്റ്റ്മെന്റ്? ഇപ്പോൾ ശ്രീത്ത് പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ല, തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് ഇവിടെ? മഞ്ജുഷ, അത് ഒരു മുമ്പ് ഒരു കാര്യം. ഇപ്പോൾ നേരത്തെ കമ്പനി, ഇത് KSIDC കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തൊരു സ്ഥാപനമാണ്. SFIO എന്ന് പറയുന്നത് കമ്പനി ആക്ടാണ്. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ബൽദേവ് സച്ചിദാനന്ദൻ അഡ്വക്കേറ്റ് ആണല്ലോ. കമ്പനി ആക്ട് അനുസരിച്ച് ഒരു സ്ഥാപനം കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത മറ്റൊരു സ്ഥാപനത്തിൽ എന്തുകൊണ്ട് പരിശോധിച്ചുകൂടാ എന്ന പ്രാഥമികമായ ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു പ്രശ്നം.
രണ്ട്, അതിനുവേണ്ടി നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ഒരുപാട് പൈസ, നമ്മുടെ പൈസ തന്നെ വീണ്ടും 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 ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. ആളെ കൊന്ന കേസിൽ പോലും CBI അന്വേഷണം വരാതിരിക്കാൻ നമ്മൾ പൈസ ചിലവാക്കി അന്വേഷണം പറയുകയാണ്. അഴിമതി തടയുന്നതിന് വേണ്ടി അഴിമതിയുടെ ഒരു പ്രശ്നം വന്നാൽ ഉടനെ ഇപ്പോൾ നിയമസഭ തല്ലിപ്പൊളിച്ച കേസിൽ പോലും അവിടെ കിട്ടേണ്ട 3 ലക്ഷം രൂപയാണെങ്കിൽ അതിനുവേണ്ടി സർക്കാർ ഇതിനകത്ത് എത്ര കാശ് ചിലവാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എത്ര ലക്ഷം രൂപ സർക്കാർ അതിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു ഫലിതമാണ് നമ്മുടെ നാട്ടിൽ. ഞാൻ ഈ ഗവൺമെൻറ് മാത്രമല്ല മുമ്പ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ഇപ്പോൾ ഷെൽ കമ്പനി, എങ്ങനെയാണ് ഷെൽ കമ്പനി പ്രവർത്തിക്കുന്നത്? അദ്ദേഹം പറഞ്ഞാൽ ഷെൽ കമ്പനി നിയമവിരുദ്ധമായൊന്നുമല്ല മണി ട്രാൻസ്ഫർ ചെയ്യണേ. ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ട് ഒരു ഷെൽ കമ്പനിയിൽ നിന്ന് വേറെ ഷെൽ കമ്പനിയിലേക്ക്. ഓഹരി വിൽപ്പനയുണ്ട്. നമുക്ക് സത്യം കേസിലും രാമലിംഗരാജു 9 വർഷം ജയിലിൽ കിടന്നത് എന്തിൻ്റെ കേസിലാണ്? ഇങ്ങനെയുള്ള ഈ ഷെൽ കമ്പനികൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് രഹസ്യമായി കള്ളപ്പണമൊന്നുമല്ല. ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന, ആ കമ്പനി ഇല്ലാത്ത കമ്പനിയാവുക, ആ കമ്പനി എപ്പോഴെങ്കിലും പൂട്ടി പോവുക, കാണാതിരിക്കുക, അത് മറ്റൊരു രാജ്യത്താവുക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇവിടെ അതിൻ്റെ താല്പര്യം ഒരു വ്യവസായിയുടെ ഇത് സംരക്ഷിക്കാനാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വരെ ഇനി മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പറയാനുള്ളൊരു കാരണമുണ്ട്, വളരെ കൃത്യമായ കാരണമുണ്ട്. ഇന്ന് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് വളരെ കൃത്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു 2 മാസത്തിനകത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവാണ്. ആ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ മോഡി സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരിക്കലും ഘടകകക്ഷികളെ പറ്റി പറയില്ലല്ലോ, കോൺഗ്രസിനെ മാത്രമല്ല അറ്റാക്ക് ചെയ്യുള്ളൂ. ഇന്ന് പാർലമെൻറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നോക്കൂ. അപ്പോൾ കോൺഗ്രസിന് 40 സീറ്റേ ഉണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് ഒരെണ്ണം കുറയ്ക്കണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റ് ഘടകകക്ഷികൾ ജയിച്ചാലും കുഴപ്പമില്ല. ഇനി ഇന്ത്യയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ ഘടകകക്ഷികൾ ആരെങ്കിലും, ആം ആദ്മി പാർട്ടി ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ DMK BJPയുടെ കൂടെ പോയിട്ടുള്ളതാണ് ഒരു കാലത്ത്, തൃണമൂൽ കോൺഗ്രസ് ഒരു കാലത്ത് BJPയുടെ കൂടെ മന്ത്രിസഭയിൽ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊന്നും ഇപ്പം അങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല, ഒരുപക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയം തന്നെയാണ് ബോഡിയുടെ. ആ രാഷ്ട്രീയത്തിന് ഏറ്റവും നല്ലത് ഇവിടെ ആ സീറ്റ് LDFന് കിട്ടുകയോ അല്ലെങ്കിൽ ആ തർക്കത്തിൽ ഒരു സീറ്റ് BJPക്ക് ജയിക്കാൻ കഴിയുകയോ ഒക്കെ ചെയ്താൽ അതല്ലേ അതിൽ എളുപ്പം. അത് നമ്മളതിൻ്റെ രാഷ്ട്രീയം കൃത്യമായി കാണണം മഞ്ജുഷ, ആ രാഷ്ട്രീയം കൃത്യമായി കാണണം. അങ്ങനെ കാണുമ്പോഴാണ് തീർച്ചയായും ഇവിടെ ഇപ്പോൾ നേരെ മറിച്ച് നോക്കൂ, ബംഗാളിൽ BJP ആയിട്ട് ഏറ്റുമുട്ടണേ, ആം ആദ്മി പാർട്ടി BJP ആയിട്ട് ഏറ്റുമുട്ടണേ, അത്തരം സ്ഥലങ്ങളിൽ അവർക്ക് പ്രശ്നമുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ അവരെ തോൽപ്പിക്കണം. ഇവിടെ വരെ തോൽപ്പിക്കണ്ട, ഇവരെ CPM ജയിച്ചോട്ടെ. BJPക്ക് അത്ര എളുപ്പമല്ലല്ലോ കേരളത്തിൽ ജയിക്കാൻ. അപ്പോൾ CPM ജയിക്കുന്നതാണ് നല്ലതെങ്കിൽ ഇപ്പോൾ ഒറീസയിൽ ഒരുപക്ഷെ ബിജു പട്നായിക്കിൻ്റെ പാർട്ടി ജയിച്ചോട്ടെ, BJPക്ക് വലിയ കുഴപ്പമില്ല. കാരണം വേറൊരു ഘട്ടത്തിലാവോ ചിലപ്പോൾ അവരുടെ സപ്പോർട്ട്. ആന്ധ്രയിൽ മറ്റേ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പാർട്ടി ജയിച്ചോട്ടെ, കോൺഗ്രസ് ജയിക്കാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു വന്നത് ഇത് അഖിലേന്ത്യാ രാഷ്ട്രീയവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതെവിടെ എത്തില്ല. ഇനി വീണയുടെ കമ്പനി നിയമപരമായി എല്ലാന്നും പ്രൊട്ടക്റ്റഡ് ആണ് എന്ന അഭിപ്രായമൊന്നും എനിക്കുണ്ടായിട്ടല്ല. അത് നിയമപരമായി നിലനിൽക്കുന്നതുമാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. അതൊക്കെ അടക്കം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ശിവശങ്കറിൻ്റെ വിഷയമായാലും സ്വപ്നയുടെ വിഷയമായാലും ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന് മുമ്പുള്ള കേസുകളുണ്ട്. ഇപ്പം ലാവ്ലിൻ കേസ് ഇന്നലെ മാറ്റി വെച്ചിട്ടുണ്ട് 38ാമത്തെ തവണ. ഞാൻ ഇന്നലെ തമാശ വിചാരിച്ചത് ഈ മെയ് 1 ആവില്ല, ചിലപ്പോൾ 2026 മെയ് 1 വരെ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചു എന്ന് തീരുമാനിച്ചാലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഇവിടുത്തെ ഒരു അസംബ്ലി ഇലക്ഷൻ കൂടി കഴിയുന്നവരെ ലാവ്ലിൻ കേസ് അങ്ങ് മാറ്റിവെച്ചാൽ ഒരു കുഴപ്പമില്ല. ആർക്കാ വിരോധം ലാവ്ലിൻ കേസ് പോയാൽ? അപ്പോൾ പ്രശ്നം ഇത്. അതുകൊണ്ടാണ് ഇനി മുഖ്യമന്ത്രിക്ക് നല്ല ധൈര്യമുള്ളത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ അടുത്തേക്ക് ഇത് വരില്ല എന്ന്. ഇനി അതല്ല വരികയാണെങ്കിൽ എൻ്റെ തെറ്റ് ഞാൻ സമ്മതിക്കാം. ഏതെങ്കിലും തരത്തിൽ ഒരു അഴിമതിക്കാരെ ഇവിടെ കേരളത്തിൽ പിടിച്ചെങ്കിൽ ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കാൻ തയ്യാറാണ്. അതർവൈസ് ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ശരി, ശ്രീ ബൽദേവ്, അപ്പോൾ പേടിക്കാനില്ല. അല്ല, ഇതിനകത്ത് നമ്മളെല്ലാവരും വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട് മഞ്ജുഷ. അതായത് ഇവിടെ 1,72,00,000 രൂപയുടെ പ്രശ്നം പരാതി കൊടുത്തത് CMRലാണ്. അങ്ങനെ ഇൻകം ടാക്സിന്റെ ഒരു ഫൈൻഡിങ്സ് ഉണ്ട്. അങ്ങനെ ഒരുപക്ഷെ ഞാൻ ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു കാര്യം പറയാം, ഈ CMRൽ ഒരു പരാതി കൊടുക്കും, ഇൻകം ടാക്സിന്റെ റിപ്പോർട്ട് വരികയും ചെയ്തതിനു ശേഷമാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഈ അന്വേഷണങ്ങൾ, ഈ കേന്ദ്ര കോർപ്പറേറ്റ് എല്ലാത്തിന്റെ അന്വേഷണങ്ങൾ വരുന്നത് എപ്പോഴാണ്? ഈ ഇൻകം ടാക്സിന് അതിനുശേഷമാണ് നമ്മൾ അത് തന്നെ ചർച്ച ചെയ്തല്ലോ പല പ്രാവശ്യവും. അപ്പൊ അങ്ങനെ ഒരുപക്ഷെ ഒരു പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത് ഞാനോ മഞ്ചേഷോ CRO ആരും അറിയില്ലായിരുന്നു ഈ സംഭവങ്ങളൊന്നും. അപ്പൊ അത് CMRൽ തന്നെ കൊണ്ടുവന്ന്
ഞങ്ങൾക്ക് ഈ 1,72,00,000 രൂപയ്ക്ക് ടാക്സ് എക്സംപ്ഷൻ വേണം എന്ന് പറഞ്ഞപ്പോൾ ഇൻകം ടാക്സ് ആണ് പറഞ്ഞത് ഇങ്ങനെ സർവീസ് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇതിന് ടാക്സ് കൊടുക്കണം. അവിടെ നിന്നാണ് ഈ കേസുകളെല്ലാം തുടങ്ങുന്നത്. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ യഥാർത്ഥത്തിൽ വാദി തന്നെ പ്രതിയായി, CMR ലായിരുന്നു ഇൻകം ടാക്സിലെ വാദി. അവര് പ്രതിയായിട്ട് തന്നെ പിന്നീട് പുതിയ പുതിയ അന്വേഷണ ഏജൻസികൾ വരികയും കോർപ്പറേറ്റ് അഫയേഴ്സ് റിവ്യൂവിൽ നിന്ന് അത് രജിസ്ട്രാർ വരികയും ഇപ്പോൾ അതിനുശേഷം രജിസ്ട്രാറുടെ എൻക്വയറിയുടെ ഫലമായിട്ട് ഇപ്പോൾ അവിടെ. പക്ഷെ ആ റിപ്പോർട്ടൊന്നും അതേ രീതിയിൽ പുറത്തു വന്നതല്ല. അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷമാണ് ബാക്കി അന്വേഷണങ്ങളൊക്കെ വേണ്ടി വന്നത്. പിന്നീടും കേസും കോടതിയുമായിട്ട് പോയപ്പോഴാണ് അടുത്ത അന്വേഷണത്തിലേക്ക് പോയത്. ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതല്ല. അല്ല, അതിപ്പോ ഇതിന്റെ അടിസ്ഥാന റിപ്പോർട്ടാണ്. അങ്ങനെ ഒരു പരാതി CMR കൊടുത്തിരുന്നില്ലെങ്കിൽ ഈ സംഭവം ഒന്നും പുറത്തു വരുത്തില്ലായിരുന്നു. അപ്പൊ ഈ CMR കൊണ്ടിരുന്ന് പടി കൊടുത്ത് CMR അടി വാങ്ങിക്കായിരുന്നു. ഈ 1,72,00,000 നന്നായി അത് പൊതുജനത്തിന് അറിയാൻ കഴിഞ്ഞുവല്ലോ ഇങ്ങനെ ചില ക്രമക്കേടുകൾ അവിടെ നടന്നിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മളെല്ലാവരും വിസ്മരിച്ചു പോകുന്ന കാര്യമാണ്. അവര് അതുവരെ നമ്മൾ പറഞ്ഞത് വർഷങ്ങളായിട്ട് ഇപ്പൊ CMRന്റെ കാര്യം പരിശോധിക്കുമ്പോൾ തന്നെ അവർ വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ പലർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 1,72,00,000 എത്രയോ കോടി രൂപയാണ് അവർ സംഭാവനയായിട്ട് പല സംഘടനകൾക്ക്, പല വ്യക്തികൾക്ക്. ഇത് അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നേരത്തെ CR പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ കർത്ത തന്നെ പലതവണ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇൽമനേറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കൊടുക്കാറുണ്ട്. മുൻപ് ഇവിടെ തിരുവനന്തപുരത്ത് വലിയൊരു പ്രതിഷേധ സമരം നടന്നതാണല്ലോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അവിടെ തൊഴിലാളികളെ കൊണ്ടുവന്ന് സമരം നടത്തിയിരുന്നു. അന്ന് കർത്ത പറഞ്ഞതാണ് CITUകാർക്ക് ഞാൻ പണം കൊടുത്താണ് കൊണ്ടുവന്നത്, ഉച്ചയ്ക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നയാൾ തന്നെയാണ്. അപ്പോൾ ഇത് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഈ ഡയറി ഈ അന്വേഷണത്തിൽ കണ്ടെടുത്തു എന്നേ ഉള്ളൂ. ഇവര് കോർപ്പറേറ്റ് ഇങ്ങനെയുള്ള മാനേജ്മെന്റുകളെല്ലാം അവർ കൊടുക്കുന്ന തുക റിക്കാർഡിക്കലായിട്ട് അല്ലെങ്കിൽ പോലും അവർ എഴുതി വെക്കും. കാര്യം അവർക്ക് കണക്ക് വന്നിരിക്കില്ല അവരുടെ കമ്പനിക്കകത്ത്. അതായത് CMR അതിന്റെ MD അദ്ദേഹത്തിന്റെ സ്ഥാപനമാണെങ്കിൽ അതിന് പറഞ്ഞതുപോലെ കുറച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അതിൽ നിക്ഷേപമുള്ള ചില സ്വകാര്യ വ്യക്തികളുടെ KSIDC പോലെ അല്ലാതുള്ളവരുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഈ അബ്കാരി കോൺട്രാക്ടർമാർ തന്നെ ഇവിടെ എല്ലാം ഉണ്ട്. അവര് 1,00,000 രൂപ സംഭാവന കൊടുത്താൽ അവർ കണക്ക് കമ്മിറ്റിക്ക് കാര്യം അതിനകത്ത് 4 പാർട്ണർമാരാണ്. അപ്പൊ ഇതിന്റെ വിഹിതം അവരിൽ നിന്നോട് ഈടാക്കണം. ശരിയാണ്. ശരി, ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ശ്രീജിത്തിനും ആത്മവിശ്വാസമില്ല, CRനും ഇല്ല, ഇങ്ങനെ തെളിയുമെന്ന് അവർ കരുതുന്നില്ല. ഇനി ആ PV എങ്കിലും ഒന്ന് പുറത്തു വന്നാൽ മതിയായിരുന്നു. ശ്രീജിത്ത് പണിക്കർ. അല്ല, നോക്കൂ, ഇതില് ഈ PV പുറത്തു വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും മറ്റ് പല ഡയറികളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ജെയിൻ ഹവാല ഡയറിയെ പറ്റി കേട്ടിട്ടുണ്ട്, മണിച്ചന്റെ ഡയറിയെ പറ്റി കേട്ടിട്ടുണ്ട്. അതിലൊക്കെ തന്നെ എഴുതിയിരുന്ന പേരുകാർ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് രീതിയിലുള്ള ഒരു സ്ഥിരീകരണമോ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും നടപടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒപ്പമുള്ള മറ്റു പേരുകാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും അല്ലെങ്കിൽ അതിൽ പലരും ഞങ്ങൾ ഈ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഈ പണം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന ക്ലെയിമിന് അല്ലെങ്കിൽ ആ തുണ്ടുകടലാസിൽ എഴുതിയിരിക്കുന്ന ഇനീഷ്യലുകൾക്ക് ഒരു കൈൻഡ് ഓഫ് ലെജിറ്റിമസി അത് നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അറിയണം. ഞാൻ പറയുന്നത് നമ്മുടെ ഈ നിയമത്തിലുള്ള അതിന്റെ ചെറിയ ഇൻട്രിക്കസിയിൽ പിടിച്ചുകൊണ്ട് ഈ 2 കമ്പനികളിൽ ഒരു കമ്പനിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനേക്കാൾ അപ്പുറം ഏറ്റവും നന്നായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്. പണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ മടിയിൽ കനമുള്ള ആൾക്കാർക്ക് മാത്രം വഴിയിൽ ഭയം മതി എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ എന്തിനാണ് ഈ പറയുന്ന 25 ലക്ഷം രൂപയൊക്കെ കൊടുത്തുകൊണ്ട് വക്കീലിനെ കൊണ്ട് KSIDC കോടതിയിലേക്ക് പോകുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ അന്വേഷണം വരുന്ന സമയത്ത് ഈ KSIDCക്കാർ ഇങ്ങനെ കൈ ഉയർത്തി കാണിച്ച പോലെ, ഈ കൈ ഉയർത്തി കാണിച്ചിട്ട് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ പോരെ? അതിന് വേണ്ടത് തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് കൊടുത്താൽ പോരെ? അത് കൊടുക്കുന്നതിന് പകരം ഈ രീതിയിലത്തേക്കൊക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടുത്തെ പ്രശ്നം നമ്മുടെ സർക്കാരിന് നിരവധി കൗൺസിലർമാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ ആരെയും തന്നെ ഉപയോഗിക്കാതെ ഞങ്ങൾക്ക് ഈ കമ്പനിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, അവരുടെ ദൈനംദിന കാര്യങ്ങളിലോ നിയന്ത്രണത്തിലോ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്ന ഒരു കാര്യം പറയാനായിട്ട് സർക്കാരിന്റെ ഒരു വക്കീൽ പോരെ? അപ്പൊ സർക്കാരിന്റെ ഒരു വക്കീൽ പോരാ, പകരം ഞങ്ങൾക്ക് കുറച്ചുകൂടി മുന്തിയ വക്കീലിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള തീരുമാനം എടുക്കുന്നത് ആരാണ്? ഞാൻ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ വലിയ ചോദ്യങ്ങളാണ്. നമ്മളിപ്പോ നിയമത്തിന്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നേരാണ്, ഇവിടെ നിന്ന് ഒരു വക്കീലിനെ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെയല്ല, നേരെ മറിച്ച് നമ്മളുടെ പൊതുഖജനാവിലേക്ക് കൊടുക്കുന്ന പണത്തിനെ എല്ലാം കൂടെ ചെലവാക്കിക്കൊണ്ട് ഈ രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം ഇവിടെ ഓടിക്കുന്നത് ആരെ രക്ഷിക്കാനാണ്? KSIDCയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ എന്തിനാണ് ഈ മുന്തിയ വക്കീലിനെ കൊണ്ടുവരുന്നത്? അതെന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ശ്രീ പണിക്കർ. ആരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് എന്ന്. എന്തായാലും നന്ദി. പ്രൈം ഡിബേറ്റ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പണിക്കർ, ശ്രീ CR നീലകണ്ഠൻ, അഡ്വക്കേറ്റ് ബലദേവ്, സച്ചിദാനന്ദൻ. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: SFIOയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തുമോ?
മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തുമെന്ന് 83% പ്രേക്ഷകർ, ഇല്ല എന്ന് 14%, 3% നിഷ്പക്ഷം. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ